ഹരി ഓം നമസ്തേ. എല്ലാവർക്കും പ്രണാമം. ചെറിയ വയ്യായികയുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ ആവില്ല എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു ലൈവിൽ വരുന്നത്. ഈ ഒരു ലൈവിന് തൊട്ട് മുമ്പായിട്ട് ആശ്രമത്തിലേക്ക് ഒരു വ്യക്തി, കോട്ടയത്തു നിന്നുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആശ്രമത്തിൻ്റെ റിസപ്ഷനിലേക്ക് വിളിക്കുകയും വളരെ മോശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. നമ്മളല്ല ഫോൺ എടുക്കാറ്, ഇവിടെ സ്റ്റാഫുകളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചത് അദ്ദേഹം ഒരു RSSകാരനാണ്, BJPക്കാരനാണ് എന്നൊക്കെയാണ്. ഒരാള് അയാൾ RSSകാരനോ കമ്മ്യൂണിസ്റ്റുകാരനാണൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരങ്ങനെയാണെന്ന് കരുതാൻ നിർവാഹമൊന്നുമില്ല. എന്നിരുന്നാലും ആ പേരിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ചണ്ടാള ബാബയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ RSSകാരാണ്, BJPക്കാരാണ്. അതുകൊണ്ട് വേടനെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കരുത്. നമ്മളീ പറഞ്ഞതല്ല ടോണ്. അദ്ദേഹത്തിൻ്റെ ടോണ് വേറെയായിരുന്നു. സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിലവിൽ നമ്മൾ സ്വതവേ വീഡിയോ ഒന്നും വരാത്തത്. അപ്പോൾ അയാൾ പറഞ്ഞ വേടന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പാടില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ ശരിയാക്കി കളയുന്നുള്ള എത്ര വിളിക്കുന്ന ആളുകളൊക്കെ പറയുക. ഇങ്ങനെയാണ് പറഞ്ഞത്. കോട്ടയത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ ആണ് ചണ്ടാള ബാബയെ ആദ്യമായിട്ട് ലോകം കാണുന്നത് എന്നാണ് ആ ഭാവം ഇവിടെ പറയുന്നത്. അപ്പം ഇത് RSSകാർ പറഞ്ഞു എന്നോ BJPക്കാർ പറഞ്ഞു എന്നോ ഒന്നും പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം RSS എന്ന് പറയുന്നതും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും SDP എന്ന് പറയുന്നതൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളാണ്. ഇവരൊക്കെ നമ്മളെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കരുതുന്നില്ല. ഇനി അതിൻ്റെ സംസ്ഥാന നേതാക്കളാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാരയിൽ നിൽക്കുന്ന പല ഈ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മഹനീയ വ്യക്തിത്വങ്ങളെയൊക്കെ നേരിൽ പരിചയമുള്ള ആളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ട് രീതിയിൽ നമ്മളോട് പറയാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അതിനുള്ള അവസരങ്ങളും ബന്ധങ്ങളും നമ്മൾ തമ്മിലുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവനവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലാബലിൽ പറയാം, തറവാട്ട് പേരിൽ പറയാം. അല്ലാണ്ടത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സംഘടനകളുടെയും ഒന്നും ലാബലിൽ വേണ്ട. ഇനി അവരെന്നെ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ചണ്ടാളബാബയ്ക്ക് ചുക്കാണ്. ഞങ്ങൾ മലപ്പുറംകാർ പറഞ്ഞൊക്കെ ചുക്കാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ആര് തന്നെ ആയാലും ശരി, ഒരാളുടെയും ചെലവിലല്ല ചണ്ടാളബാബ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ഇന്നും ചണ്ടാളബാബയുടെ മേല് കാണുന്ന ഈ പാടുകൾ ഇത് ഹിന്ദുക്കളുടെ സംഭാവനയാണ്. ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ നമ്മളെ നാളിതുവരെ ഒരു പൂഴിമണ്ണ് കൊണ്ടുകൂടി ഉപദ്രവിച്ചിട്ടില്ല. നമ്മൾ ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടുമില്ല. ഹിന്ദു ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്കാകുന്ന വിധത്തിൽ വൈവിധ്യങ്ങളോടുകൂടി ധർമ്മം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന ആളാണ്. നാളിതുവരെ ഒരു RSSൻ്റെയോ ഒരു BJPയുടെയോ അല്ലെങ്കിൽ ഹൈന്ദവതയുടെ അവകാശങ്ങൾ പേർന്ന ആരുടെയും
ഒരു രൂപയും നമുക്ക് ഒരു സഹായമായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ പബ്ലിക്കായിട്ടാണല്ലോ പറയുന്നത്. തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് രേഖയുണ്ടാവുമല്ലോ, അവർക്ക് കാണിക്കാമല്ലോ. ഇനി പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ഒരു താന്ത്രികനാണ്, പ്രത്യേകിച്ച് ദലിത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കേരളത്തിലെ ഒരേ ഒരു ആചാര്യനാണ്. ജന്മഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം രാജ്യത്ത് തന്നെയുള്ള ഒരേ ഒരു ആചാര്യനാണ്. നമ്മളുടെ പഠനത്തിന് വേണ്ടി പോലും RSSO സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഒരു ഉപകാരവും നമുക്ക് ചെയ്തിട്ടില്ല. ഇനി നമ്മളുടെ പഠനത്തിന് ശേഷം നമ്മുടെ പ്രവൃത്തി പദത്തിൽ നമുക്ക് ഏതെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു സഹായവും ചെയ്തിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഹിന്ദു സമൂഹത്തിലുള്ള ഒരു ആചാര്യം എന്നുള്ള എനിക്ക് പല പരിപാടികൾക്കും വിളിച്ചിട്ടുണ്ട്, നമ്മൾ പോയിട്ടുമുണ്ട്. അത് നമ്മളെ വിളിക്കുന്ന മാന്യമായ പരിപാടിക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അത് ആര് വിളിച്ചാലും, അത് RSSകാരൊന്നുമല്ല, ആര് വിളിച്ചാലും നമ്മൾ പോകും. ഇതുവരെ പോയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല ആശ്രമത്തിൻ്റെ നിലപാടുകൾ. പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നിലവിൽ നമ്മളുടെ ഒരു അനുഭവം കൊണ്ട് അവർക്ക് ഒരു ബ്രാഹ്മണി ഒരു എന്താ പറയുക, ഹൈറാർക്കി സംവിധാനത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ് നിലവിൽ ഇതുവരെ ആയിട്ടില്ല എന്നുള്ള നമ്മുടെ അനുഭവമാണ്. ആ ഒരു സംവിധാനത്തിനുള്ളിലേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. അതിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. പക്ഷെ അത് മാറ്റം വരുത്താൻ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ. ഒരു ബ്രാഹ്മണിക്ക് എന്ന് പറയുമ്പോൾ നമ്പൂതിരി എന്നൊരു കാഴ്ചപ്പാട് ആരും എടുക്കരുത്. അങ്ങനെ എല്ലാ സാധുക്കളും എല്ലാ പറയുന്നത് മേൽക്കൊയ്മ സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു പൗരോഹിത്യ മേൽക്കൊയ്മ നിലനിർത്തുക, അതും വ്യവസ്ഥാപിതമായിട്ടൊരു സംവിധാനത്തിൻ്റെ കീഴിൽ നിലനിർത്തുക, അതാണ് അവരുടെ സംവിധാനം. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മാർഗദർശക മണ്ഡലമൊക്കെ മാർഗദർശനം കൊടുക്കുന്ന ആളുകൾക്ക് ദശനാമി സമ്പ്രദായത്തെ സന്യാസികൾ മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു ഹൈറാർക്കി സിസ്റ്റമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കണം, മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം, നിങ്ങളത് കേട്ടാൽ മതി, ഈ വ്യവസ്ഥയാണ്. അപ്പം ഇത്തരത്തിൽ ചണ്ടാളബാബയ്ക്ക് പഠിക്കാൻ ഒന്നും സഹായിച്ചിട്ടില്ല, പഠനാനന്തരവും സഹായിച്ചിട്ടില്ല. അതിനുശേഷം പിന്നെ ഒരു വ്യക്തിജീവിതമാണ്. വ്യക്തിജീവിതത്തിൽ നമ്മൾ കാണിച്ചു തന്നു കഴിഞ്ഞു. ശരീരത്തിലെ മുഴുവൻ പാടുകളും ഹിന്ദുക്കളുടെ സംഭാവനയാണ്. ഒരാളുടെയും വീട്ടിൽ പോയിട്ട് ഒന്നും കട്ടിട്ടല്ല, പെണ്ണിനെ പിടിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, ഒന്നും ചെയ്തിട്ടല്ല. ധർമ്മപ്രവർത്തനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. കലാവി നായർ, ഈ കുട്ടി കുറേ ആയിട്ട്, പെൺകുട്ടിയുടെ ഫോട്ടോ ആണ്, കുറേ ആയിട്ട് ആശ്രമത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് നേരിട്ട് വരാം, നമ്മളൊരു ഹിന്ദു ആചാര്യനാണ്, നേരിട്ട് വരാം കേട്ടോ. അച്ഛനും അമ്മേനെ കൂട്ടിയിട്ട് നേരിട്ട് വന്നോളൂ, ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഓക്കെ, മോളുടെ അത്രേ പറയുന്നുള്ളൂ, കാരണം സ്ത്രീ ആകൊണ്ട് ആദരവാ തരുന്നത് കേട്ടോ. അതല്ല, ശ്രീമാൻ ഉണ്ണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഉണ്ണിയെ കൂട്ടി വന്നോളൂ. ഹിന്ദു ഐക്യവേദിയുടെ പാലക്കാട് സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എന്താണ് അദ്ദേഹം, വന്നോളൂ. നിങ്ങൾക്ക് എപ്പോഴും നമ്മളുടെ ഹിന്ദു ഐക്യവേദിക്കാർക്ക് എപ്പോഴും ചണ്ടാളോട് അസ്പൃശ്യതയാണ്. പിന്നെ സാമുദായിക സംഘടന കെട്ടിപ്പടുക്കാൻ ചണ്ടാളവർക്ക് താല്പര്യമില്ല, ആണെങ്കിൽ ഒന്നും ആവാം. ചണ്ടാളവർ ഹിന്ദു സംഘടന തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്, അറിയില്ലെങ്കിൽ കുട്ടി കേട്ടോളൂ. മാതൃകുല ധർമ്മരക്ഷാ സംഘം എന്നാണ് പറയുക. കേരളത്തിനകത്തും പുറത്തുമായിട്ട് അതിന് പ്രവർത്തകരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സംഘടന ഉണ്ടായിരിക്കാൻ മോള് മെനക്കെടണ്ട. മോളുടെ അച്ഛനും അമ്മയും പാടെ പണിയെടുത്തിട്ട് ജീവിച്ചോളൂ കേട്ടോ. ആ പേരതാണെങ്കിൽ കലാവി നായർ അതാണെങ്കിൽ യെസ്. ഇതൊരു മാന്യ ചോദ്യമാണ് പ്രദീപ് കുമാർ. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ആക്ഷേപിക്കുന്നതെല്ലാം ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുഭാവികളാണെന്ന് പറയുന്നവരാണ്. അതിൽ വീരാൻകുട്ടി, ഇബ്രാഹിംകുട്ടി, ജോസഫുട്ടി ഇല്ല. പിന്നെ ഇപ്പോൾ ഈ കലാവി നായർ പോലെയുള്ള ചില ആളുകളാണ്. എല്ലാ നായന്മാരും ഇല്ല, ഒരുപാട് നായന്മാർക്ക് നമ്മൾ പ്രിയമാണ്, കാരണം അവരൊക്കെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മൾ. ഈ കോട്ടയത്തിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പ്രോഗ്രാമിന് വിളിച്ചിട്ടുള്ള നായർ കമ്മ്യൂണിറ്റിയുടെ സംഘടനകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നായന്മാരും നമ്പൂതിരിമാരൊന്നും നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ അവർക്കും ശത്രുക്കളല്ല. നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എല്ലാ സമുദായത്തിലും, മുസ്ലിങ്ങളും ക്രൈസ്തവരും, പ്രത്യേകിച്ച് നമ്പൂതിരിമാർ, നമ്മളെന്തോ നമ്പൂതിരിമാർക്ക് എതിരായി വരുന്ന ആൾക്കാർ, അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഒത്തിരി പ്രിയമുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പക്ഷെ മറിച്ച് ഇപ്പോഴത്തെ ഒരു സംഘപരിവാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈബർ സംഘികളാണ് കൂടുതൽ. RSSന്റെ ശാഖ കാണാത്തവന്മാരാണ്. അങ്ങനെയുള്ളവരാണ് ശാഖ കണ്ടിട്ടുള്ള നമ്മളോടൊക്കെ വന്നിട്ട് RSS എന്താണെന്ന് പഠിപ്പിക്കുന്നത്. RSS എന്താണെന്ന് പഠിപ്പിക്കുന്നവരാദ്യം RSS എന്താണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും RSSന്റെ നേതാക്കളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ചണ്ടാളബാബയെ അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കൂ. അവരാരെങ്കിലും ഇതുവരെ ഒരു വാക്ക് സംസാരിക്കുന്നത് ഭയന്നിട്ടൊന്നുമല്ല നമ്മളതിനെ.
അവർക്കറിയാം നമ്മളെന്താന്നുള്ളത്. നമ്മളെപ്പോലുള്ള ആളുകൾ മുഖ്യധാരയിലേക്ക് വരാനെടുക്കുന്ന ആ ഒരു ത്യാഗം എന്താണെന്ന് അവർക്കറിയാം. കാരണം അവരുടെ ഒരു സഹായവും ഇല്ല. അവരുടെ സഹായമില്ല എന്ന് മാത്രമല്ല, ചണ്ടാളബാബ വരുന്നത് ഏലംകുളത്തു നിന്നാണ്. EMSന്റെ കമ്മ്യൂണിസ്റ്റ് ഏലംകുളത്തു നിന്നാണ് ചണ്ടാളബാബ കേരളത്തിന്റെ മുഖ്യധാരയിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ചണ്ടാളബാബയ്ക്ക് RSSയുടെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല, ആരുടെയും ഇല്ല. എന്നിട്ട് ചണ്ടാളബാബ നിങ്ങളിൽ 10 പേരും, ആയിരൊന്നും വേണ്ട, 10 പേര് അറിയുന്നു എങ്കിൽ ചണ്ടാളബാബ എടുക്കുന്ന റിസ്ക് എന്താണെന്ന് RSSന്റെ നേതാക്കൾക്ക് അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ആദ്യകാലത്ത് ഒരുപാട് ആദ്യകാലത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ആക്ഷേപിച്ചിട്ടും ആക്രമിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, പക്ഷേ ചേലംകുളത്തുള്ള ആളുകൾ. എന്നാൽ ഇന്ന് ആ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണവും ഇല്ല. കാരണം എന്താണ്, അവരന്ന് ആക്രമിക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡൊന്നും ഈ പട്ടികജാതിക്കാരെയൊന്നും അംഗീകരിച്ചിട്ടില്ല, അവർക്കറിയില്ല. നിങ്ങൾ വരുന്ന പോലെയല്ല, ഇപ്പം ഈ തൃശ്ശൂർ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന പോലെയല്ല. മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും എല്ലാവർക്കും ശാന്തി ചെയ്യാമെന്നോ എല്ലാവർക്കും വേദം പഠിക്കാമെന്നും അറിയുന്ന കാലഘട്ടത്തിലല്ല നമ്മളിത് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടൊരു ഉപനയനം ചെയ്ത ഒരു പട്ടികജാതിക്കാരനെ കണ്ടപ്പോൾ അങ്കലാപ്പിലായി ആക്ഷേപിച്ച് ഉപദ്രവിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പക്ഷെ ഇന്ന് അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്, നമ്മുടെ അനുഭവം പറയുന്നു. പക്ഷെ RSSകാർക്ക് എന്ന് അവകാശപ്പെടുന്നവർക്ക് മാറ്റം വന്നിട്ടില്ല. അത് നമ്മുടെ അനുഭവമാണ്. നമ്മൾ അനുഭവം എന്ന് പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. ഞാൻ വേടനല്ല, ഞാൻ മാറി നിന്ന് ജാതി മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ അംഗീകരിച്ചു. ഇതുവരെ നമ്മുടെ ആധ്യാത്മിക പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 21 വർഷമായിട്ടുണ്ടാവും. 18-19 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇതുവരെ പറയുമ്പോഴും ഏതെങ്കിലും ഒരു ജാതിയെ അടച്ചാക്ഷേപിക്കുകയോ അവർക്കൊരാപത്ത് വരുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കല്ലെറിയുന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ ഒരേ സമയം പുലയന്റെ ജാതിയും നമ്പൂതിരിയുടെ ജാതിയും ജാതിയില്ല എന്ന് പറയുന്നതിന്റെ കാപട്യവും തുറന്നു കാണിക്കുമ്പോൾ നമ്മളെ നിരന്തരം കല്ലെറിയുന്നത് RSS അനുഭാവികളാണെന്ന് നമ്മൾ പറയുകയും എഴുതി വെക്കുകയും ചെയ്യും. കാരണം നിങ്ങളാണല്ലോ ഹിന്ദുക്കളുടെ കുത്തകാവകാശം പേറുന്നവർ. കേരളത്തിൽ 10 ആളറിയുന്ന 10 പേരുടെ പിന്തുണയുള്ള പട്ടിക വിഭാഗത്തിൽ നിന്ന് വന്ന ചണ്ടാളബാബ എന്നൊരു ഹൈന്ദവ ആചാര്യനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പോലും ഇന്ത്യ മഹരത്ത് മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന RSSനോ RSS വക്താക്കൾക്കോ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ പരാജയമാണോ വിജയമാണോ നിങ്ങൾ സ്വയം നിശ്ചയിക്കൂ. നിങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ നമ്മളെ ആക്രമിക്കുന്നു എങ്കിൽ അതാത് സംഘ ശാഖകൾക്ക് പോലും ഇതിനെതിരെ ഒന്നും ബോധവൽക്കരണം നടത്താൻ, ഇപ്പൊ ഈ കാലാവി നായർ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ശ്രീമാൻ ഉണ്ണിയുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളാണ്. ശ്രീമാൻ ഉണ്ണി ഹിന്ദു ഐക്യവേദിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എന്തോ ആണ്. ഉണ്ണി പോലും വളരെ മോശമായിട്ടാണ് നമ്മളുടെ ഈ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ വന്ന് എഴുതാറ്. അതായത് ഒരു ഹിന്ദു ഐക്യവേദിക്കാരന് പോലും കേരളത്തിൽ ചണ്ടാളബാബ വഹിക്കുന്ന ഹിന്ദു ധർമ്മത്തിൽ വഹിക്കുന്ന പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ജാതി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ വേടന്റെ കാര്യത്തിലുള്ളത്. വേടൻ ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് ജാതി പറയാത്തത്, കാണിക്കാത്തത്? നിങ്ങൾ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് ജാതി ഇല്ല എന്നുള്ളത്? നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ജന്മം കൊണ്ട് ജാതീയനല്ല. ഈ കലാവി നായർ തന്നെ എഴുതി വെച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമ്മ നായരാണ്, അച്ഛൻ ചെറുമനാണ് എന്നുള്ളത്. എന്തായാലും സംശയം അതാണ്. കലാവി നായർ എന്ന് എഴുതുന്ന പോലെ നമുക്ക് എഴുതാൻ കഴിയില്ല. അങ്ങനെയുള്ള നമുക്ക് ജാതി എന്ന് പറയുന്നു എങ്കിൽ RSSകാർക്ക് എത്ര ജാതി പോയിട്ടുണ്ടെന്ന് RSSകാർ വിലയിരുത്തുക. കാരണം RSS പേരിലാണ് ഇത് വന്നിട്ടുള്ളത്, ഈ അവകാശവാദത്തിലാണ്. കമ്മ്യൂണിസ്റ്റുകളെ പറയാത്തവർ നമ്മളെ ഇതിനു മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ നിന്നൊരു വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭീഷണി RSS ആണ് അവകാശപ്പെട്ടിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരും ഒരാൾ കമന്റ് ചെയ്ത് കണ്ടു, നമ്മൾ കക്കൂസ് പൊളിച്ചിട്ട് ആർക്കെങ്കിലും ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അതായത് നിങ്ങൾ കക്കൂസ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നില്ല. കക്കൂസായിട്ടും പട്ടടയായിട്ടും ഒക്കെ പണ്ടേ നിങ്ങളുടെ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളിൽ ലേഖനം ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കക്കൂസായിട്ടേ കാണുള്ളൂ എന്നുള്ളത്, അതാണ് ജാതി. ആ പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് ഇന്ത്യൻ ജാതി കാസ്റ്റ് വ്യവസ്ഥ. ഈ കാസ്റ്റ് വ്യവസ്ഥയ്ക്കെതിരാണ് ചണ്ടാളബാബ അന്ന് തൊട്ട് ഇന്ന് വരെ പ്രവർത്തിക്കുന്നത്. ആരാണ് നിങ്ങളുടെ ഹിന്ദുക്കളിൽ ജാതിക്കെതിരെ പ്രവർത്തിക്കാത്ത ഏത് നവോത്ഥാന നായകരുണ്ട്? ജാതിയെ പൂവിട്ടുപൂജിച്ചവരല്ലല്ലോ നിങ്ങൾ ആരും പറയുന്ന മഹനീയന്മാര്. നരനാരായണൻ ഉണ്ട് ഇവിടെ എന്നൊക്കെ നിങ്ങൾ ഗണഗീതത്തിൽ പാടുമ്പോൾ ഈ നാരായണനും നരനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? നിങ്ങളുടെ നശിച്ച ജാതി വ്യവസ്ഥക്കെതിരെയാണ് സംസാരിച്ചത്, പ്രവർത്തിച്ചത്. നിങ്ങളുടെ നശിച്ച ജാതി വ്യവസ്ഥ എവിടെയാണ് ആരംഭിക്കുന്നത്?
നിങ്ങളുടെ ധർമ്മവിശുദ്ധ വൈദിക ഗ്രന്ഥങ്ങളിലാണ് നടക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞവരൊക്കെ മോശക്കാരാവൂ? വേടൻ ജാതി വേടനെ വിളിക്കുന്ന പേരെന്താണ്? കഞ്ചാവോളി. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നേരിടണം. അയാളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. അയാൾ പറഞ്ഞ അംബേദ്കറിസത്തിന്റെ ഭാഗമാണ് നമ്മൾ. എന്നാൽ അയാൾ പറയുന്ന മറ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല നമ്മൾ. അംബേദ്കറിസത്തിന്റെ ഭാഗമാകുന്നു ഞാൻ അവരൊപ്പം നിന്നിട്ടല്ല. അവർ അംബേദ്കറിസം എന്നുമാണ് പലപ്പോഴും ഒരു പക്ഷം ചേർന്നിട്ടുള്ള ആക്രമണമാണ്. എന്നാൽ എൻ്റെ അംബേദ്കറിസം എന്നുവാണത് ജിന്നയെ ആക്ഷേപിക്കേണ്ട സമയത്ത് വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ച അംബേദ്കറിസമാണ് എൻ്റെ രാഷ്ട്രീയം. അല്ലാണ്ട് മുസ്ലിം പക്ഷം തെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് അല്ലെങ്കിൽ മൗനം ഭജിക്കുന്ന രീതി ചണ്ടാള ബാബയ്ക്കില്ല. ഇവരങ്ങനെയല്ല. ഇവർ ഗാസയ്ക്ക് വേണ്ടി കരയുമ്പോൾ ഇവിടെയുള്ള വിഷയത്തിൽ കരയുന്നില്ല. ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികൾ അതിൻ്റെ വിഷമമാണ്. ഒന്നും അറിയാത്ത പിഞ്ചോളം മരിച്ചു വീഴുന്ന ഗാസയിലെ കുട്ടികൾ എനിക്ക് വിഷമാണ്. അത് ഇസ്രായേലിന് മരിച്ചാലും എനിക്ക് വിഷമാണ്. എന്നാൽ ഗാസയുടെ അവകാശവാദത്തിൽ ഞാൻ മിണ്ടാതിരിക്കുന്നതിന് പ്രധാന കാരണം ഗാസ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ വിഷയമാണ്. അതിനൊറ്റടിക്ക് മറുപടി പറയാൻ കഴിയില്ല. അത് അവകാശം ആരുടെ എന്നുള്ളത് ഇസ്ലാമിന്റെ അല്ല എന്നുള്ള ഉറപ്പാണ്. അതൊക്കെ രമ്യതയിൽ പരിഹരിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഞങ്ങൾക്കുള്ള അവകാശം ഞാൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ RSSകാരനല്ല. RSSുമായിട്ട് നിലവിലെ അവരുടെ ആ സിദ്ധാന്ത പ്രകാരം ഐഡിയോളജി പ്രകാരം അവരോട് യോജിക്കാൻ ചണ്ടാള ബാബയ്ക്ക് നിലവിൽ സാധ്യമല്ല. ഞാൻ അംഗീകരിച്ചില്ലാണ്ട് സാധാരണ RSSകാർ പറയും കുഴപ്പമില്ല എന്ന് പറയും. അറിയുന്ന RSSകാരത് പറയില്ല. ചണ്ടാള ബാബയെ അംഗീകരിച്ചില്ലെങ്കിലുള്ള പോരായ്മ അവർക്കറിയാം. കാരണം ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ വ്യക്തിക്ക് എന്ത് പ്രാധാന്യം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്ര കണ്ട് ഹിന്ദുത്വം പറയുന്ന ദലിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ചണ്ടാള ബാബ എന്ന് പറയുന്ന ഹിന്ദു ആചാര്യൻ RSSന്റെ ഐഡിയോളജി അംഗീകരിക്കുന്നില്ല, BJPയുടെ ഐഡിയോളജി അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പോരായ്മ എവിടെ കിടക്കുന്നു? ചണ്ടാള ബാബയ്ക്ക് പോലും അവരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ഐഡിയോളജി എന്നത് ബ്രാഹ്മണിസമാണ്. ഇത് കേട്ടറിവല്ല, വായിച്ചറിവല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു തന്നതിന്റെ ബോധത്തിലല്ല, ഒരു ജിഹാദിയുടെയും വാക്ക് കേട്ടിട്ടല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. RSSന്റേതായിരിക്കുന്ന വേദികളിൽ പോകുമ്പോഴൊക്കെ തന്നെ പക്ഷഭേദങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അത് പരിഹരിക്കാൻ അവർക്കായിട്ടില്ല. അവർ പറയുന്ന കാര്യം ചണ്ടാളവ പ്രശ്നക്കാരനാണ് എന്ന്. ചണ്ടാളവ പ്രശ്നക്കാരനാവുന്നെങ്കിൽ എല്ലാ വേദിയിലും പ്രശ്നക്കാരനാവണം. എന്നാൽ എല്ലാ വേദിയിലും ചണ്ടാള ബാബ പ്രശ്നക്കാരനായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വേദിയും പറയണം. ഇല്ലല്ലോ. അപ്പോൾ കാണിച്ചിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ വേടന്റെ വിഷയം പറയണം. വേടന് ഒരു അവാർഡ് കിട്ടുമ്പോൾ അവാർഡ് ഒരു സംസ്ഥാന സർക്കാരാണ്. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്നത്. വേടന്റെ കലാസൃഷ്ടിക്ക് കിട്ടിയ അംഗീകാരത്തിന് ആ കലാസൃഷ്ടിക്കാണ് ഞാൻ ആശംസ അറിയിച്ചിട്ടുള്ളത്. അക്ഷരജ്ഞാനം ഉണ്ടായാൽ പോരാ, അക്ഷരത്തിന്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാൻ ശാഖയ്ക്ക് വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്യം അവിടെയുള്ളവർക്ക് കൂടിയിട്ട്. വേടൻ എന്റെ വ്യക്തിക്കല്ല. നീ വ്യക്തിക്കാണെങ്കിലും എനിക്ക് വിരോധവുമില്ല. വേടൻ മാത്രമാണ് ഇവിടെ കഞ്ചാവ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും. ഇവിടെ ഉള്ളിക്കറി കഴിച്ച ആൾക്കാരില്ലേ, ഹാൻഡ്സ് വെച്ചവരില്ലേ? എത്ര RSSകാർ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, കഞ്ചാവ് അടിക്കുന്നവരുണ്ട്. എന്താ വേടന് മാത്രം ഒരു സവിശേഷത? വേടന് ഇത് പറ്റില്ല എന്നാണോ? വേടന് പറ്റില്ലെങ്കിൽ ആർക്കും പറ്റില്ല. പറയുമ്പോൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. ബിന്ദു അമ്മിണി ശബരിമലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ബിന്ദു അമ്മിണിയെ ആക്രമിച്ചത് വിശുദ്ധ ഹിന്ദുത്വരെ എങ്ങനെയാ ആക്രമിച്ചേ? മുളക് പൊടി എറിഞ്ഞിട്ടാണ്. അതിന് കാരണം പറഞ്ഞെന്താ? ബിന്ദു അമ്മിണി ആചാര നിന്ദ കാണിച്ചിരിക്കുന്നു. ബിന്ദു അമ്മിണി എന്താ ആചാര നിന്ദയെ കാണിച്ചത്? കോടതിയുടെ നിയമം നിലനിൽക്കെ സ്ത്രീ പ്രവേശിക്കാൻ എന്നിരിക്കെ ആ നിയമത്തിന്റെ ഭാഗമായി പോയി എന്നൊരു കാര്യമാണ് ബിന്ദു അമ്മിണി ചെയ്തത്, അല്ലേ? എന്നാൽ ബിന്ദു അമ്മിണി ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഏത് കാര്യത്തിൽ? ഞാൻ വിശ്വാസിയല്ല എന്ന് ബിന്ദു അമ്മിണി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയല്ലാത്ത ബിന്ദു അമ്മിണി അവിടെ പോയതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബിന്ദു അമ്മിണിക്ക് പോകാൻ വിസിറ്റ് അടിക്കാനുള്ള ഒരു കേന്ദ്രമല്ല ശബരിമല. എന്നാൽ ഭരണഘടനാപരമായിട്ട് പറ്റില്ലേ, നിയമപരമായിട്ട് പറ്റില്ലേ? പറ്റും. അല്ലാതെ ബിന്ദു അമ്മിണി പോയതിനോട് യോജിക്കുന്നില്ല. എന്നാൽ അവിടെ ആചാര ലംഘനം നടന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കോടതി നിശ്ചയിച്ച കാര്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ കോടതി നിഷേധിച്ച, കോടതിയോ ധർമ്മവ്യവസ്ഥയോ സമൂഹമോ അംഗീകരിക്കാത്ത കാര്യമാണ് മോഷണം. ചോരൻ പ്രവേശിച്ചാൽ, ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ചോരശാന്തി ഹോമം നടത്തണമെന്നാണ് കേരളത്തിലെ തന്ത്രസമുച്ചയാദി താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. കള്ളന്മാരായിരിക്കുന്ന പുരോഹിതന്മാർ
നമ്പൂതിരിപ്പട്ടം കൊണ്ട് പൂണൂലിന്റെ പിൻബലത്തിൽ കയറി മോഷ്ടിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുളക് പൊടിയോ കുരുമുളകോ ഉപ്പിലിട്ടതോ വാങ്ങാൻ പറ്റിയില്ല? എന്തുകൊണ്ട് തെരുവിൽ ആക്രമിക്കപ്പെടുന്നില്ല? എന്ത് ബിന്ദു അമ്മയുടെ പക്ഷക്കാർ ചോദിച്ചാൽ അവർക്ക് ജാതിയുണ്ട് എന്ന് പറയുകയല്ല, ഈ അനീതികൾ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ജാതിയുണ്ടോ നിങ്ങൾ തിരിച്ചറിയണം. ഇതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. ദലിതയായിരിക്കുന്ന ബിന്ദു അമ്മിണിയെ ആക്രമിക്കാം, ബിന്ദു അമ്മിണിയെ നിരന്തരം നിങ്ങൾക്ക് ആക്ഷേപിക്കാം, എന്നാൽ കനകദുർഗയുടെ പേര് സ്ക്രീനിലേ ഇല്ല. ഇതിന് കാരണം എന്താണ്? രഹന ഫാത്തിമയും കടന്നു വരും, കാരണം ഫാത്തിമയാണ് അവസാനം. ഈ പറയുന്ന എനിക്ക് ജാതിയുണ്ട് എന്ന് പറഞ്ഞാൽ ജാതിയെ പറഞ്ഞ് എനിക്ക് ചുക്കാണ് കുട്ടികളെ, ചുക്കാണ്. കാരണം നിങ്ങളുടെ ജാതി ബോധത്തിൽ നിന്നല്ല, ചെറുപ്പം തൊട്ടേ ജാതി എന്തെന്ന് നന്നായി അനുഭവിച്ചവനാണ് ചണ്ടാള ബാബ. വടുക്ക് പുറത്തിരുന്ന് കഞ്ഞി കുടിച്ച് പാത്രം കമഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജാതിയാണെന്ന് അറിയാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജാതി അനുഭവിച്ചവനാണ്. ഒന്നിച്ച് ക്ഷണിക്കപ്പെടുമ്പോൾ ജാതിയുടെ പേരിൽ മാത്രം മാറ്റി നിർത്തേണ്ട അനുഭവം കുട്ടിക്കാലത്ത് ഉണ്ടാവില്ലെന്ന് മനസ്സിലാവുള്ളൂ. അറിവുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജാതിയുടെ പേരിലാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജാതി പറയുന്നു എങ്കിൽ അത് അനുഭവിക്കാത്ത കലാവി നായർമാർക്കും മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ജനിച്ചു വീണത് ഒരു പട്ടുമെത്തയിലേക്കാണ്. കുപ്പയിൽ നിന്ന് കടന്നു വരുന്നവന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇന്ത്യയിലെ SC ST വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സംവരണം ഔദാര്യമാണ് എന്നൊരു വെളുത്ത പെൺകുട്ടി ഇരുന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ ഈ പറഞ്ഞ സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിൽ അത് പറഞ്ഞില്ല? അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഐഡിയോളജി ആണല്ലോ അവരുടെ ചാനൽ പ്രവർത്തിക്കുന്നത്. ആ ചാനലിൽ പറയുകയാണ് ഇവിടുത്തെ SC ST വിഭാഗങ്ങളുടെ സംവരണം ഔദാര്യമാണ്, നാണമുണ്ടോ എന്നൊക്കെയാണ് ആ കുട്ടി ചോദിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞാൽ ഈ SC ST വിഭാഗം കൂടി ഉൾക്കൊണ്ടാണ്. എന്നിട്ട് അവർക്ക് വേണ്ടിയല്ല സംസാരിച്ചത്, അവരെ തള്ളിക്കളയുകയാണ്. എന്ത് നീതിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് പറയാനുള്ളത്? വിജി തമ്പിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആരെങ്കിലും അതിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവർക്ക് ആർക്കെന്ത് പറയാനുണ്ട്? അവരറിയാതെ എന്തായാലും സംഭവിക്കില്ലല്ലോ. ആ ചാനലിലുള്ളതാണ്. നാം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം നിങ്ങൾക്ക് കൊണ്ടുവരാമില്ല എന്നുകൊണ്ട് ഉള്ളതാണ്. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞ പ്രകാരം കേരളത്തിലെ ദരിദ്രരായ ആശ്രമങ്ങളിൽ പ്രവേശിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ദാരിദ്ര്യമുള്ള ആശ്രമങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഏൽപ്പിച്ചിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സന്ദർശിച്ചത് മുഴുവൻ തന്നെ സവർണ ബ്രാഹ്മണിക് ആശ്രമങ്ങൾ മാത്രമാണ്. ഒരു പട്ടികജാതി പട്ടികവർഗത്തിന്റെയും ആശ്രമങ്ങളിൽ പോയിട്ട് ചണ്ടാളവയ്ക്കൊന്നും തരണ്ട. അല്ലാതെ തന്നെ ഇവിടെ ആശ്രമങ്ങൾ പ്രവർത്തിക്കുന്ന പരമ്പരാഗതമായിട്ട് ഒരാശ്രമം സന്ദർശിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ ലിസ്റ്റിലേ ഇല്ല. എവിടെ പോയി നിങ്ങളുടെ ഹിന്ദുത്വം? ഞങ്ങൾ ഹിന്ദുക്കളല്ലേ? അവിടെയാണ് മഹാനായ അംബേദ്കർ പറഞ്ഞത്, ഞങ്ങൾ ഹിന്ദുവാകുന്നതും ഒരു വ്യതിരിക്ത ഹിന്ദുക്കളാണ്, ഞങ്ങൾ വേറിട്ട വിഭാഗമാണ്. ചരിത്രപരമായി നിങ്ങൾ ഞങ്ങളെ കണ്ടത് വേറെ ആയിട്ട് തന്നെയാണ്. ഇപ്പോഴും ഈ ലൈവിൽ കാണുന്നത് പോലും വേറിട്ടിട്ടാണ്. അതുകൊണ്ടാണ് എന്റെ ഫേസ്ബുക്കിന്റെ അടിയിലോ യൂട്യൂബിന്റെ അടിയിലോ ഹിന്ദുത്വ ആക്ഷേപിച്ചെഴുതുന്ന ഒരു വാക്ക് പോലും ചിദാനന്ദപുരിയുടെ ആശ്രമത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അടിയിലോ അല്ലെങ്കിൽ അമൃതാനന്ദമയി അരേ സ്ത്രീയല്ലേ വെച്ചാൽ അവരുടെ ഐഡിയോളജി ബ്രാഹ്മണിസമാണ്. അതിന്റെ അടിയിലോ എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല. വേടൻ പെണ്ണുപിടിയനാവുമ്പോൾ അമൃതാനന്ദമയി മഠത്തിലും ഇല്ലേ ആക്ഷേപിക്കപ്പെട്ട സന്യാസിമാര്? എന്താ നിങ്ങൾക്ക് തോന്നാത്തത്? ഇനി അത് മാത്രമാണ്. ഇവിടെ എത്ര മഹാന്മാരുണ്ട് പെണ്ണ് കേസിൽപ്പെട്ടത്. ഇപ്പൊ അടുത്ത് നടന്ന സന്യാസ സംഗമത്തിന് പോലും പെണ്ണ് കേസ് ആരോപിക്കപ്പെട്ട സിനിമാ നടൻ പങ്കെടുത്തല്ലോ. എന്താ അയാൾ ദലിതനല്ല എന്നുള്ളതാണോ നിങ്ങൾ കാണുന്ന പോരായ്മ? വീണ്ടും പറയുന്നു, വേടന്റെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ വേടനെ ആ വിധത്തിലായിരിക്കണം നിങ്ങൾ ആക്രമിക്കണം. അല്ലാണ്ട് വേടന്റെ നിറം, വേടന്റെ ജന്മാവകാശം, വേടന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇതല്ല. വേടനെ മറ്റൊരു തരത്തിലും ആക്ഷേപിക്കാൻ നിങ്ങൾക്കാകില്ല. ഇതിന് പ്രശ്നം വേടനെ വളർത്തിയത് വേടന്റെ ഒപ്പം നിൽക്കുന്നതിനേക്കാൾ നിങ്ങളാണ്. വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ തന്നെ അറിയുന്നത് അയാളെ ഈ കഞ്ചാവിന്റെ പേരിൽ പിടിക്കപ്പെട്ട് തിന്നത് നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴാണ് വേടനെ കുറിച്ച് ഞാൻ അറിയുന്നത്. എനിക്കതിനു മുമ്പ് വേടനെ അറിയില്ല. ജാതിയുടെ പേരിലാണ് പ്രണയമെങ്കിൽ ആദ്യം അറിയണമെങ്കിലും എനിക്കറിയില്ല. എനിക്ക് RSSകാരാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാ ഇങ്ങനെ ഒരു വേടനുണ്ട്. കാരണം മധുജി എന്റെ പ്രസംഗത്തിലൂടെയാണ് ഞാൻ വേടനെ ആദ്യമായിട്ട് അറിയുന്നത്. ഈ ജാതിയില്ല എന്താണ് അദ്ദേഹം ബാണനല്ല പറയനല്ല പോയി തമ്പുരാനല്ല എന്നോക്കാണ് അല്ല എന്ന് അയാൾ പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഞാനതല്ല ആണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല അല്ലെങ്കിൽ അതും ഇല്ല എന്ന് പറയണ നേരത്തെ അയാൾ ജാതിക്കെതിരായിട്ടല്ലേ സംസാരിക്കുന്നേ. ഇനി അല്ല അയാൾ ജാതി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? ഉണ്ടെന്ന് ഇതാ കാണും. നിങ്ങൾ
വർത്തമാന കേരളത്തിൽ നിന്ന് ഹിന്ദു ആചാര്യൻ ഇതുപോലെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ അടയാളങ്ങളുള്ള എത്ര ഹിന്ദുക്കളുണ്ട് മക്കളെ നിങ്ങളുടെ ഹിന്ദു ആചാര്യന്മാരുടെ ഇടയിൽ? ഒരു നായർ സന്യാസിയുണ്ടോ? ഒരു നമ്പൂരി സന്യാസിയുണ്ടോ? ഒരു ഈഴവ സന്യാസിയുണ്ടോ? ഒരാചാര്യനുണ്ടോ? എന്തേ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് വന്ന ചണ്ടാള ബാബയുടെ ശരീരം മുഴുവൻ മാത്രം പാടുകൾ? ഞാനത് വീണ്ടും ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ ആളുടെ വീട്ടിൽ കയറി പെണ്ണ് പിടിച്ചോ? അല്ലെങ്കിൽ അവിടെ വന്ന് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചോ? ഈ പോറ്റിമാരെ പോലെ ഏതെങ്കിലും അമ്പലത്തിൽ കയറി സ്വർണം കട്ടോ? ഏതെങ്കിലും ആചാര ലംഘനം കാണിച്ചോ? എന്നിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ ആക്രമിച്ചിട്ട് അങ്ങനെ ഒരാളില്ല ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ, ഹിന്ദു പക്ഷത്തുള്ള ആചാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഹിന്ദുത്വം ഏത് കോത്താഴത്തെ ഹിന്ദുത്വമാണ്? RSSുമായി ബന്ധമില്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ ഫോൺ നമ്പർ നമ്മൾ ഫേസ്ബുക്കിലിടാം. നിങ്ങൾ വിളിച്ച് ചോദിക്കും ഇവന്റെ തന്തയാരാണ് എന്നുള്ളത്. RSSനെ ഞാൻ ഇപ്പോഴും പറയാത്തെന്ന് വെച്ചാൽ RSSോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഈ പ്രസ്ഥാനങ്ങളൊക്കെ എന്താ നന്നായി അറിയുന്നവനാണ് ഞാൻ. ഞാൻ പൊട്ടിമുളച്ചൊന്നുമല്ല കേരളത്തിൽ, ഞാൻ പൊട്ടിമുളച്ചുണ്ടായ ആളൊന്നുമല്ല. ആശയപരമായിട്ട് എല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്താണ് അവരുടെ അന്തസത്ത എന്നും എന്താണ് അവർ, നിങ്ങൾ ആര് തന്നെ ഒരു നിങ്ങൾ പറയും RSSൽ ജാതിയില്ല, കമ്മ്യൂണിസ്റ്റ് ജാതി ഉണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലും ജാതിയില്ല എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. പ്രസ്ഥാനക്കാർക്കാണ് ജാതി, പ്രസ്ഥാനക്കാർ ചേർന്നാണ് പ്രസ്ഥാനം. എല്ലാ പ്രസ്ഥാനത്തിലും ഇത് പ്രാക്ടിക്കലി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, അംബേദ്കർ ഇന്നലെ പറഞ്ഞു വെച്ചു. ഇത് മാറില്ല. നിങ്ങൾക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വമില്ലാത്തവർക്ക് ജാതി ഉണ്ടെന്ന് പറയുന്നവനെ അത് തിരുത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് ആക്ഷേപിക്കാനേ കഴിയുന്നുള്ളൂ. വേടൻ പറയുമ്പോൾ വേടനെ ആക്ഷേപിക്കും, ചണ്ടാള ബാബ പറയുമ്പോൾ ചണ്ടാള ബാബയെ ആക്ഷേപിക്കും. നാളെ ഏത് പാണ പറയ ബാബുമാര് വന്ന് പറഞ്ഞാലും നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇത് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാജയം നിങ്ങൾക്കുണ്ട്. ആ പരാജയം നിങ്ങൾ അംഗീകരിക്കുന്നതാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. ഞങ്ങളുടെ സംസാരത്തെ നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ. വേടന് തുറന്നു കൊടുക്കാൻ ചിലപ്പോൾ ഈ പറഞ്ഞ ജമായത്തിക്കാരുണ്ടായിരിക്കാം, മാധ്യമക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സുഡാപ്പികൾ, അങ്ങനെ ഒരു വലിയ വിങ് അയാൾക്ക് ആ വേദി ഓപ്പൺ ചെയ്ത് കൊടുത്തത് കൊണ്ട് അയാൾ അങ്ങനെ പോവും. പിന്നെ നിങ്ങളുടെ ആക്ഷേപങ്ങളും ഉണ്ട്. ചണ്ടാള ഹിന്ദു പക്ഷത്തേക്ക് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ ആളുണ്ടാവില്ല. കാരണം ഹിന്ദുത്വത്തിന്റെ കുത്തക മുതലാളിമാർ ഓപ്പൺ ചെയ്യുന്ന ഡോറുകളൊക്കെ അടച്ചു വെക്കും. പക്ഷെ വിരോധമില്ല, ഇത്തരം മാധ്യമങ്ങൾ ഉണ്ടല്ലോ. ഞാൻ പറയുന്ന കാര്യത്തെ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞത് നിങ്ങളുടെ ആൾ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ബിന്ദു അമ്മിണി ആക്രമിക്കപ്പെട്ടത് ആചാര ലംഘനത്തിന്റെ പേരാണെങ്കിൽ, അത് നിയമത്തിന്റെ പരിരക്ഷയുള്ള ഒരു വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് പോറ്റിമാർ ആക്രമിക്കപ്പെടുന്നില്ല? ആക്രമിക്കണമെന്നല്ല പറയുന്നേ, എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് അതിനു വേണ്ടി ജയിൽവാസം അനുഭവിക്കാൻ ആരും ഉണ്ടായില്ല? പോറ്റിമാര് തന്ത്രിക്ക് എന്താ സ്വർണത്തിന്റെ പങ്കില്ലേ? ഇതുവരെ കണ്ടരെ കുറിച്ച് ഒരു വാക്ക് നിങ്ങളാരും മിണ്ടിയില്ലല്ലോ. മോഹൻ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അത് ചെമ്പാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മോഹനരാണ്. എന്തുകൊണ്ട് മോഹനല്ല, രാജീവരാണ്. എന്തുകൊണ്ട് രാജീവരെ കുറിച്ച് ഒരു വാക്ക് മിണ്ടുന്നില്ല? അവിടെയാണ് ജാതി പ്രവർത്തിക്കുന്നത്. ഇനി വേടൻ പെണ്ണുപിടിയനാണെന്ന് പറയുന്ന നിങ്ങൾ ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന അയ്യപ്പ സംഗമത്തിൽ സർക്കാർ വിളിച്ച മോഹനരെ തന്നെ നിങ്ങളുടെ പന്തളത്തിലെ വേദിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചല്ലോ. ഈ മോഹൻ പെണ്ണ് കേസിൽപ്പെട്ട ആളല്ലേ? എന്താ വേടനില്ലാത്ത എന്തോ മഹത്വമാണ് മോഹനർക്ക് നിങ്ങൾ കണ്ടത്? ഇനി കമ്മ്യൂണിസ്റ്റിന്റെ വേദിയിൽ പോയ അതേ മോഹനെ തന്നെ ഈ പറയുന്ന ഹിന്ദുത്വയുടെ വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കുഴപ്പവും തോന്നിയില്ല. അതുപോലെ ചണ്ടാള ബാബയാകണമായിരുന്നു, അത് ചണ്ടാള ബാബ ആകണമായിരുന്നു. അപ്പൊ എന്താണ്, കമ്മ്യൂണിസ്റ്റിന്റെ വേദിയിൽ പോയ ചണ്ടാള ബാബയെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല. പണ്ട് ലീഗിന്റെ പരിപാടിക്ക് പോയിട്ട് ചണ്ടാള ബാബയ്ക്ക് ഒരു ഇഞ്ച് ഭൂമി കൊടുക്കരുത്, ജയന്തി നടത്താന്ന് പറഞ്ഞ RSS നാടാണിത്. ചണ്ടാള ബാബയ്ക്ക് പോകാൻ പറ്റില്ല, പക്ഷെ മോഹനർക്ക് പോവാം, പോറ്റിമാർക്ക് പോകാം, അതുപോലെ അക്കീരമന്മാർക്ക് പോകാം. ഒരു വിരോധമില്ല. അക്കീരമൺ ഒരു വിഷയം ഉണ്ടായി പറയണ്ടേ, ഞങ്ങൾ നമ്പൂതിരിമാർ പാവങ്ങളാണ്, അദ്ദേഹം ജാതി പറയാൻ ആർക്കും തോന്നിയില്ല. നാളെ ഞാൻ ദളിതുകൾ പാവമാണെന്ന് പറഞ്ഞാൽ കണ്ടോ, ചണ്ടാള ബാബയ്ക്ക് ജാതി, അദ്ദേഹത്തിന് ചണ്ടാള ബാബയ്ക്ക് ജാതി. പോറ്റി മാത്രമല്ല ഡോൾഗവർ, പോറ്റി മാത്രമല്ല മുരാരി ബാബു NSSന്റെ സ്വന്തം ആളാണ്. എന്താ ജാതി ഇവിടെ വിളിച്ചു പറയാത്തേ? ജാതി എന്താ വിളിച്ചു പറയാത്ത? എന്താ നിങ്ങൾക്ക് കഴിയാത്തേ? ചണ്ടാള ബാബയെ നിരന്തരം ആക്രമിക്കുന്ന നിങ്ങൾ എന്തായാലും ഈ കാണുന്നവരെന്തായാലും സോഷ്യൽ മാധ്യമം ഉപയോഗിക്കുന്നവരാണല്ലോ. ചണ്ടാള ബാബയെ നിത്യം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കൂ. നിങ്ങൾ ഹിന്ദു പ്രൊട്ടക്ടർമാരല്ലേ? ചണ്ടാള ബാബയെ ആക്രമിക്കുമ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എന്ത് പ്രതിരോധം തീർക്കാൻ പറ്റി? എന്താണ് ഇതെന്താ? ഒരു നമ്പൂതിരിക്കോ ഒരു ബ്രാഹ്മണിക് സന്യാസിക്കോ പറ്റുമ്പോൾ നിങ്ങൾ വേഗം ഓടിപ്പോവുകയും ചണ്ടാള ബാബയ്ക്ക് എതിരാകുമ്പോൾ അയാൾ നമുക്കെതിരെ പറഞ്ഞ. ഞാൻ ഹിന്ദു പക്ഷത്താണ്, RSS പക്ഷത്തല്ല. RSS മതപക്ഷത്തുമല്ല, RSS ഒരു മതസംഘടനയേ അല്ല.
RSSന് മതം ഒരു വിഷയമേ അല്ല. മതം വിഷയമാണെങ്കിൽ ഈ മോഹൻദാസിനെ പോലുള്ള ആളുകൾ RSSന്റെ ഭാഗമായി നിൽക്കില്ല. കാരണം RSS മതപ്രസ്ഥാനമല്ല. RSSന്റെ മതപ്രസ്ഥാനം വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളോ ഞങ്ങളെ ഉൾക്കൊണ്ടവരുമല്ല. ആണെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആർക്ക് വേണം സംഘടിപ്പിക്കാം, പൊതുവേദികൾ സംഘടിപ്പിക്കാൻ ഞാൻ വരാൻ തയ്യാറാണ്. വിശ്വ ഹിന്ദു പരിഷത്തെ രാജ്യത്തെ SC/ST വിഭാഗങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല. അവിടെ ഹിന്ദുത്വത്തിൽ വിശ്വ ഹിന്ദുവിൽ ഞങ്ങളില്ല. ഈ നാളിന്റെ ചരിത്രത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിഷത്തിൽ ഞങ്ങളില്ല. ഞങ്ങളെ പ്രസന്റേഷൻ ഉണ്ടാവുകയല്ല, ഞങ്ങൾ എന്ന സ്വത്വമില്ല വിശ്വ ഹിന്ദു പരിഷത്തിൽ. അതുകൊണ്ട് RSS എന്ന് പറയുന്ന മതസംഘടനയാണെന്ന് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവർക്ക് മതം ഒരു വിഷയവുമല്ല എന്ന് തന്നെയാണ് നമ്മുടെ വാദം. അവർക്ക് രാഷ്ട്രമാണ് മുഖ്യം. രാഷ്ട്ര വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതും അംഗീകരിക്കാൻ നമുക്കാകില്ല. വൈവിധ്യങ്ങളാകണമെങ്കിൽ വൈവിധ്യങ്ങളെ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ SC/ST വിഭാഗങ്ങളുടെ പിന്നോക്കക്കാരുടെ പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങൾ കൂടി ഉൾക്കൊണ്ടതാണ് രാഷ്ട്രത്തിന്റെ പൈതൃകം. ആ പൈതൃക സംരക്ഷണത്തിന് RSS എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മറ്റ് പലതിനും വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളതിനില്ല. അപ്പൊ ഇവിടെയാണ് പെണ്ണുപിടിയനായ വേടൻ നിങ്ങൾക്ക് സ്വീകാര്യനല്ലെങ്കിൽ കണ്ഠര് മോഹനർ എങ്ങനെ സ്വീകാര്യരായി? എന്തുകൊണ്ട് അയാളെ പെണ്ണുപിടിയെന്ന് നിങ്ങൾ ആ അയ്യപ്പ സംഗമത്തിന്റെ അടിയിൽ പോയിട്ട് എന്തിനീ പെണ്ണുപിടിയനെ വിളിച്ചു എന്താ എഴുതാത്തേ? എന്താ നിങ്ങൾക്ക് കഴിയാത്തേ? നിങ്ങൾക്ക് കഴിയില്ല. അതിന്റെ പേരാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ. ഇത് ചണ്ടള വേടന്റെ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊലിപ്പിക്കണേ? നിങ്ങളുടെ ജനൻ TV ഉണ്ടല്ലോ, ഈ ജനൻ TVയിൽ നാളിതുവരെ ഒരു പട്ടികജാതി ആചാര്യൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചണ്ടാളവ വരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. നിങ്ങൾ വേറൊരാളെ കൊണ്ടിട്ട് സ്വത്വം പറയുന്ന ആചാര്യനെ കൊണ്ടുവന്നിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഒരു വാർത്ത വന്നിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടായിരുന്നു, ഇന്നലകളുണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ മാനേജ്മെന്റ് മാറിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെയും പ്രവർത്തിക്കുന്ന എന്താ? ഈ പറയുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തില് ഒരു ഈഴവനായിരിക്കുന്ന കഴകക്കാരനെ മാറ്റിയിട്ട് ആ കഴകക്കാരന്റെ പക്ഷം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ നീതിക്ക് വേണ്ടിയിട്ട് ജനൻ TV ഒരു വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കില്ല. എന്നാൽ തന്ത്രിമാരെ ന്യായീകരിക്കാൻ വേണ്ടി ജനൻ TV വാർത്ത കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വം പ്രവർത്തിക്കുന്ന ഈ ജനൻ TV ഒക്കെ ഉണ്ടായ കാലത്ത് അയ്യോ ഹിന്ദുക്കൾക്ക് ചാനൽ ഉണ്ടായല്ലോ എന്ന് അഭിമാനത്തോടു കൂടി എഴുതിയിട്ട ആളാണ് നമ്മൾ. പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് എന്താണ്? ഈ സവർണ ബ്രാഹ്മണ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഐഡിയോളജിയാണ് സംഘപരിവാർ ഐഡിയോളജി എന്ന് നമ്മൾ പറയുന്നു. അംബേദ്കർ പറഞ്ഞ പോലെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ അംബേദ്കറിസം തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞ ബ്രാഹ്മണരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ബ്രാഹ്മണർ ശത്രുക്കളല്ല എന്ന് പഠിപ്പിക്കുന്ന ആളാണ് നമ്മൾ. അവരെ ഇന്നലത്തെ കാര്യം പറഞ്ഞ് ആക്ഷേപിക്കേണ്ടതില്ല. പക്ഷെ മറിച്ച് ഇവിടുത്തെ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവർ ശത്രുക്കളല്ലാതിരിക്കുമ്പോഴും അവരെ പറയിപ്പിക്കുന്ന രീതിയിൽ, ആ പഴയതിനെ കുത്തിത്തോടുന്ന രീതിയിൽ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് വേടന്റെ സാഹിത്യത്തിനൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ സംഘി കുട്ടികൾ വന്നിട്ട്, പ്രത്യേകിച്ച് RSSുമായി ബന്ധമില്ലാത്തവന്മാരാ, ഓൺലൈൻ സംഘികളാണ്. നരേന്ദ്രമോദി ഇഷ്ടമുണ്ടാവും, അല്ല നരേന്ദ്രമോദി എന്താന്ന് കൂടി അറിയണ്ടാവില്ല, RSS എന്താ അറിയണ്ടാവില്ല, എന്നിട്ട് എന്താണ് നമസ്തേ സദാ വത്സലേ എന്ന് ചൊല്ലാനും കൂടി അറിയണ്ടാവില്ല. ഇവന്മാരാണ് ഇപ്പോഴത്തെ RSSകാർ. എന്നിട്ട് ഇവന്മാര് വന്നിട്ടാണ് ഹിന്ദുത്വത്തിന് വേണ്ടി കുമിയുന്നത്. ഒരു ജീവിതം തന്നെ ഈ ഹിന്ദു സംസ്കൃതിക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മളെപ്പോലൊക്കെ തൂറി മെഴുകുമ്പോഴേ അതൊക്കെ എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഹിന്ദുത്വം? നിങ്ങൾ ഇത് മാപ്പിള കുട്ടികൾ കാണിക്കില്ല. നിങ്ങൾ നിരന്തരം മാപ്പിളാരെ ഉണ്ടാക്കാൻ നിൽക്കുകയല്ലേ. മാപ്പിള കുട്ടികൾ അവർ ഉസ്താദുമാരെങ്ങനെ കാണിക്കില്ല. എന്താ അറിയോ? അവർക്കറിയാം ആചാര്യ ദേവോ ഭവ എന്നുള്ളത്. നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആ കാരണം എന്താണ്? മുഖ്യ ശിക്ഷക ദേവോ ഭവ എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങളെ മുഖ്യ ശിക്ഷകന്മാർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ദേവന്മാർ. നിങ്ങളുടെ ഹാജി ഹൂജി ഷാജി പറയുന്ന ജീമാര് മാത്രമാണ് നിങ്ങൾക്ക് ദേവന്മാർ. ഈ പറയുന്ന പോലെ വെറും വാ പൊളിച്ച കള്ളം മാത്രം പറഞ്ഞ രാഷ്ട്രീയക്കാരും, വെറും പണത്തിന് വേണ്ടി മാത്രം ഹിന്ദുക്കൾ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയക്കാരും സംഘടനാ പ്രവർത്തകരും, ഇവരെ മാത്രമേ നിങ്ങൾക്ക് വിശുദ്ധ ഹിന്ദുക്കളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ദേശാഭിമാനി വായിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ കഷ്ടമാണ് ഇപ്പൊ ജന്മഭൂമിയും കേസരിയും വായിക്കുന്ന RSSകാർ. വേറെ ലോകേ ഇല്ല. ദേശാഭിമാനി വായിക്കുന്നവരൊക്കെ മാറ്റം വന്നു തുടങ്ങി. പക്ഷെ ഇവന്മാർക്ക് മാറ്റമില്ല. ആ മാറ്റമില്ലായ്മയിൽ നിന്നാണ് RSSകാരനായി എന്ന് വിളിച്ച് സംസാരിച്ചവൻ RSSകാരനല്ല എന്ന് പറയാനും നമുക്കാവില്ല. കാരണം സംസാരം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ പറയാനുള്ള അവന്റെ അറിവില്ലായ്മ എവിടുന്നാ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നം എന്തെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇത് ജമാഅത്തികാരന് മനസ്സിലായ പോകാൻ കൊണ്ടുപോയിട്ട് ഓന്റെ കാര്യത്തിന് കൊണ്ടുനടക്കുക. അവന്റെ കാര്യത്തിന്, SCകാരുടെ കാര്യത്തിന് നല്ല പണം അവന്റെ കാര്യത്തിന് കൊണ്ടുനടക്കുക.
പക്ഷേ ഇവിടുത്തെ RSS അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഭാരതീയ ജനതാ പാർട്ടിയുള്ള പ്രസ്ഥാനങ്ങൾക്കോ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഒരു മുഖ്യധാരയിൽ വരുന്ന ഒരാളെങ്കിലും ഈ പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഒപ്പം നിൽക്കുന്നുണ്ടോ? എന്താ നിൽക്കാത്തതിന് കാരണം? നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ ജനതയെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ 14 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടല്ല ജയിലിൽ കിടന്ന്. ഒരു ഹിന്ദുക്കൾക്കൊന്നും തോന്നിയില്ല. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, എന്റെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ തടഞ്ഞത് RSSകാരാണ്. എന്നെ പോലീസുകാർക്ക് ഇതാ ഇവനെ പിടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ RSSകാരാണ്, രാഖി കെട്ടിയ കൈകളാണ്. കൊടുങ്ങല്ലൂരിലെ RSSകാരായിട്ടുള്ള ചില ആളുകളാണ്. എന്റെ പൂർവാചാരം സംരക്ഷിക്കാൻ വേണ്ടി 2020 ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇതിനെയൊക്കെ നിർത്തലാക്കിയത് ഞങ്ങളാണ്, ഞങ്ങളുടെ RSS പ്രസ്ഥാനമാണെന്ന് പത്ര റിപ്പോർട്ട് കൊടുത്തത് B ഗോപാലകൃഷ്ണൻ എന്ന BJP-കാരനാണ്, RSSകാരാണ്, സംഘപരിവാറുകാരാണ്. കമ്മ്യൂണിസ്റ്റ് നിയമം ഉണ്ടെങ്കിലും നിർത്തലാക്കിയത് ഞങ്ങളെന്ന് അവകാശപ്പെട്ടവരവരാ. അതായത് ഞങ്ങളുടെ സ്വത്വം ഇല്ലാണ്ടാക്കി ഞങ്ങളെ മതം മാറ്റിക്കുന്നത് നിരന്തരം ഞങ്ങളാണെന്ന് പറഞ്ഞവരാ സംഘപരിവാറുകാർ. ശശികല ടീച്ചർ റിപ്പോർട്ടർ എന്ന ചാനൽ ഇരുന്നിട്ട് ഞങ്ങളുടെ ആചാരങ്ങൾ ചെയ്യുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ഒന്നും തോന്നിയില്ല. കാരണം ശശികല ടീച്ചർ മേനോത്തിയാണ്. ടീച്ചർക്ക് പറയാം, മേനോത്തിയായ ശശികല ടീച്ചർക്ക് ഞങ്ങളെ എന്തും പറയാം, ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. അനന്തപുരം ഹിന്ദു മഹാസമ്മേളനത്തിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പോയത് ഉദ്ഘാടന വേദിയിലേക്കാണ്. എന്നെ ഇരുത്തിയതോ ഒരു സംവാദസിലാണ്. ആര് പക്ഷഭേദം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും 20 മിനിറ്റ് സംസാരിച്ചപ്പോൾ ചണ്ടാളബാബയ്ക്ക് 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞതിനെതിരെ സംസാരിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ സംസാരം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറഞ്ഞതും, ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ചതുരാശ്രമങ്ങളാണെന്നും ചാതുർവർണ്ണ്യം മാത്രമാണെന്നും അവതാരകനായിരിക്കുന്ന വ്യക്തി ഇടയിൽ കയറി പറഞ്ഞപ്പോൾ, എന്തിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവതാരകനല്ലേ, അദ്ദേഹം ആചാര്യനല്ലേ എന്ന് ചോദിക്കാൻ ഒരു ഹിന്ദുവിന്റെ നാവ് പൊന്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പേര് ബ്രാഹ്മണിസമാണ്. കാരണം എന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച വ്യക്തിയുടെ ജാതി നമ്പൂതിരിയാണ്. അതൊരു തെറ്റായി തോന്നിയില്ല. ഒരു നമ്പൂതിരി ഞാൻ സംസാരിച്ചപ്പോൾ അത് പറയുന്ന എനിക്ക് ജാതി എന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ജാതി എന്ന് പറഞ്ഞു. എന്റെ ചോദ്യത്തിന് മറുപടി തരൂ ഹിന്ദുക്കളെ, എന്റെ ചോദ്യത്തിന് മറുപടി തരൂ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഒരാളുടെ RSSന്റെ ആലുവ തന്ത്ര വിദ്യാപീഠമാണ് ഇവിടെ തന്ത്രം പഠിപ്പിച്ചെന്ന് RSSകാരുള്ള സാധാരണക്കാർ പറയാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കൂ. കേരളത്തിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന തന്ത്രിവര്യനാണ് ഞാൻ. രാജ്യത്ത് തന്നെയുള്ള തന്ത്രിവര്യനാണ് ഞാൻ വരാം വേദിയിലേക്ക്. RSSന്റെ ആലുവയിലെ തന്ത്ര വിദ്യാപീഠത്തിൽ ഏത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരനെ ഏത് വർഷം പഠിപ്പിച്ചു, ആരാണ് തന്ത്രരത്നം കോഴ്സ് പാസ്സായിട്ടുള്ളത് എന്നെനിക്കറിയണം. കാരണം അതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നതും അത് ശുദ്ധ കാപട്യമാണെന്നും കള്ളത്തരമാണെന്നും ശരിക്ക് വ്യക്തതയുള്ള ആചാര്യനാണ് ഞാൻ. അല്ല അവിടെ പഠിച്ചിരുന്നെങ്കിൽ ഞാനല്ല ആദ്യത്തെ തന്ത്രിവര്യനാകേണ്ടത്, അയാളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇനി 2017 ആദ്യത്തെ SC/ST വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകളെ ശാന്തി നിയമനം കേരളത്തിൽ നടക്കുന്നത്. 18 നടന്നു, ഇപ്പോഴും നടന്നു. ഇതിലൊന്നും തന്നെ ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് തന്ത്രരത്നം കോഴ്സ് പാസ്സായ ഒരു അബ്രാഹ്മണ ശാന്തിക്കാരും, ഇനി അബ്രാഹ്മണ വാക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പൂജ പഠിച്ചവന്മാരും ജോലിക്ക് കയറിയിട്ടില്ല. കാരണം ഇവർ പഠിപ്പിച്ചിട്ടില്ല. ഇതിവർക്കറിയാം. ആസിഡ് പൊള്ളിയിരിക്കുന്ന നേരത്തെ എന്നെ കാണാൻ കുറച്ച് ഹിന്ദുത്വർ വരികയുണ്ടായി. പ്രതീഷ് വിശ്വനാഥിന്റെ ആൾക്കാരാ വന്നത്. അവരെന്നോട് ചോദിച്ചു, അങ്ങേ ഞങ്ങൾ അമൃതയിൽ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ, ഈ പൊട്ടി ഒടിച്ച ശരീരവുമായിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ചികിത്സ വേണ്ട. നിങ്ങൾ ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ ബ്രാഹ്മണനല്ലാത്ത ഒരാൾക്ക് ഒരു സീറ്റ് വാങ്ങിക്കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. അവര് പറഞ്ഞത്, അയ്യോ ഞങ്ങളെ കൊണ്ടാവില്ല, RSSകാർക്ക് കൊണ്ടേ പറ്റില്ല, പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാ ചോദിച്ചത്. അതായത് മേല് പൊട്ടി ഒലിക്കുമ്പോഴും ചണ്ടാള ബാബ ജാതിക്കെതിരാ സംസാരിച്ചത്. നിങ്ങൾ ആർക്ക് കഴിയും? സ്വന്തം കുട്ടികൾ കഞ്ഞുടിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സംഘവും ശാഖയും ഹിന്ദുവും പറയാൻ പറ്റും? ചണ്ടാള ബാബ പറഞ്ഞിട്ടുണ്ട്, ചണ്ടാള നീതിക്കൊപ്പം നിന്നിട്ടുള്ള കാലത്തും ധർമ്മത്തിനൊപ്പം. പക്ഷേ നിങ്ങളുടെ ധർമ്മം ജാതി നോക്കിയിട്ടാണ്. നായരാണോ നിങ്ങൾക്ക് സന്യാസി? 1-ാം നമ്പർ സന്യാസിയാണ്. കേരളത്തിൽ നായരല്ലാത്ത ഏത് സന്യാസിയുണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വന്ന അറിവില്ലാത്തവരാണോ? മുഖ്യധാരയിൽ ഇന്ന് നിൽക്കുന്ന എല്ലാ സന്യാസിമാരും നായന്മാരായിരിക്കും. അതിന് കാരണം എന്താ? സന്യാസിക്ക് ജാതിയില്ല, പക്ഷെ തെരഞ്ഞെടുക്കുന്നവനോ ജാതിയുണ്ട്. നായരല്ലാത്ത ഏത് സ്വാമിയുണ്ട്? ചിദാനന്ദപുര സ്വാമിയുടെ ജാതി അന്വേഷിക്കൂ. അങ്ങനെ ഓരോ സന്യാസിമാരുടെയും ജാതി അന്വേഷിക്കൂ. എവിടുന്ന് കിട്ടുന്നു നിങ്ങൾക്ക് ഇങ്ങനെ? ബാബ ചാടുകയല്ല, സാത്വികമല്ലല്ലോ. സാത്വികത ഇല്ല മക്കളെ. ഈ സാത്വികത എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചതാണോ സാത്വികത? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ പോയി നിന്നിട്ട് അർജുന പാലും പഞ്ചാമൃതം വെച്ചു കൊടുക്കുന്നതാണോ പറഞ്ഞ്? ഇങ്ങോട്ടില്ലാത്ത സാത്വികത അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട.
നിങ്ങൾ എന്നെ ക്ഷാത്രവീര്യം ഉണ്ടാക്കൂ ഹിന്ദുക്കളെ എന്നല്ലേ പറയണത്, ക്ഷാത്രവീര്യം എന്നല്ലേ പറയുന്നേ. എന്താ നിങ്ങളുടെ സാത്വികത എവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്? ചണ്ടാളുടെ സാത്വികത എന്ന് വളക്കാൻ നിങ്ങൾ നിൽക്കേണ്ട. സാത്വികത എന്ന് ഞങ്ങളുടെ ഭാഗവുമല്ല. ഞങ്ങളുടെ സമ്പ്രദായത്തിൽ സാത്വികത ഇല്ല മക്കളെ. അതാ പറഞ്ഞ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പിലിട്ട വേദാന്തമാണെന്ന ധാരണ മാറ്റിവെക്കൂ. ഞങ്ങളും ഹിന്ദുക്കളാണ്. ഞങ്ങളെ കുറിച്ച് പഠിക്കൂ, ഞങ്ങളുടെ സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠിക്കൂ, ഞങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ അത് പറയുന്ന വേടന്റെ ഭാഷ വേറെ ആയിരിക്കും. ചണ്ടാളവർക്ക് സഭ്യമായിട്ടാണ് സംസാരിക്കുന്നത്, സഭ്യത ഇല്ലാണ്ടല്ല. നിന്റെ തന്തയോട് പാട രഞ്ജു പെരിഞ്ഞനം. സർക്കാർ കാശ് കിട്ടാൻ വേണ്ടി അധികം കുരക്കണം. എന്റെ തന്തയാടാ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആ പണിക്ക് പോകണേട്ടാ. നിന്റെ തന്തയും തന്തയുടെ തന്തയും ചിലപ്പോൾ ആസനം വരെ സർക്കാർ നോക്കി കൊടുക്കും. അത് എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങൾ എന്ത് ചുക്ക് എഴുതിയാലും പറഞ്ഞാൽ എനിക്കൊരു അതുമില്ല, മനസ്സിലായിക്കോ. നിങ്ങളുടെ RSSകാരാണ് നാടോ മാനോ ഇല്ലാണ്ട് സ്വന്തം കുലദേവതകളെ ആക്ഷേപിച്ച് ഇല്ലാണ്ടാക്കിയ RSSകാരുടെ ആസനം നക്കുന്നവന്മാർ ഇന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ തന്തയുള്ളത് തള്ളയുള്ളത് കൊണ്ട് തന്നെ സ്വന്തം പാരമ്പര്യത്തിലാണ് നിൽക്കുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞ രാഷ്ട്രബോധത്തിലാണ്ടാ. എന്നിട്ട് RSSകാര് ഈ പറഞ്ഞ പോലെ സ്വന്തം കുലദൈവങ്ങൾ വേണ്ടാന്നും പറഞ്ഞിട്ട് ഇവിടെ സമരം ചെയ്തിട്ട് അതിനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടുത്തെ കുലദൈവങ്ങൾക്ക് ഇല്ലാണ്ടെങ്കിൽ ബ്രാഹ്മണവൽക്കരിച്ചിട്ട് ഒരു ആസനം നക്കുന്നവന്മാർക്ക് അധികാരത്തിന്റെ കാര്യം എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾ കാണുന്നതിന്റെ അപ്പുറം കണ്ടതാ ഞാൻ. നിങ്ങളുടെ ഒരു രൂപയിലല്ല, നിങ്ങളുടെ ഒരു സംഘടനാ പിൻബലം ഇല്ലാണ്ട് നിങ്ങൾക്ക് ആർക്ക് സംസാരിക്കാൻ പറ്റും, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും? എടാ സ്വന്തം തള്ള മരിച്ചതുപോലെ ധർമ്മസമരത്തിന്റെ ഭാഗമായിട്ടാ. നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റൂടാ? 3 കുട്ടികൾ 14 ദിവസം പട്ടിണി കിടന്നപ്പോ ധർമ്മത്തിന് വേണ്ടിയിട്ടാ. അധികാരം പോലും അതൊക്കെ മോദിജി ജയിച്ചപ്പോ തൊട്ടൊരു കാവ്യിട്ടോമാർക്ക് അത് തോന്നും. എടാ ആ പിൻബലത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഏലംകുളത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടില്, വെറും മുസ്ലിങ്ങളുള്ള നാട്ടില് എന്നോ കാവ്യം എടുത്ത് പൊട്ടും കുറിയിട്ട് നടന്ന ആളാ ചണ്ടാള. അന്വേഷിച്ചാൽ മനസ്സിലാവും. അവിടെ തന്തട സർക്കാർ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം തന്തയോട് പോയി ചോദിക്കടാ, കാശ് കിട്ടാൻ ഉണ്ടാക്കിയതാണോ എന്നുള്ളത്. ഉളുപ്പില്ലാത്തവനെ. നിങ്ങൾക്ക് ചണ്ടാളബാബയെ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ കോത്താത്ത സന്യാസിമാർ പുറത്ത് ശാന്തി പറഞ്ഞിട്ട് അകത്തിന് തെറി പറയണമാർ എനിക്കറിയാം. ചണ്ടാളബാബ അങ്ങനെയല്ല, പറയണത് ഏത് അച്ഛനോടും പറയും. കാര്യം പറയുമ്പോ മറുപടി പറയാൻ പാടാ ഹിന്ദുക്കളുടെ RSS നേതാക്കന്മാരോട്. ചണ്ടാളബാബ പറയുന്നു വിശ്വ ഹിന്ദു പക്ഷത്തെ ബ്രാഹ്മണിക് ഐഡിയോളജിയാണ്. രാജ്യത്തെ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഐഡന്റിറ്റിയെ ഉൾക്കൊള്ളാൻ അവർക്കായിട്ടില്ല, RSSനായിട്ടില്ല. എന്റെ ബോധ്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ബിന്ദു അമ്മണിയെ ആക്രമിച്ചു, വേറെ നിരന്തരം ആക്രമിക്കുന്നു. അതിന് കാരണം അവർ ദളിതുകളായതുകൊണ്ട് മാത്രമാണ്. അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവുണ്ട്? നിങ്ങൾ എന്നോട് പോലും കാണിക്കുന്ന ക്രൂരത എന്നെ പുറം ലോകം കാണിക്കില്ല എന്നുള്ളത് RSSന്റെ നേതാവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വോയിസ് എന്റെ കയ്യിലിരിക്കുകയാണ്. ഫോണിൽ ഒരാളോട് പറഞ്ഞതാ. എന്നിട്ടും ഞാൻ നിലനിന്നിട്ടുണ്ട്. എന്നെ പുറം ലോകം കാണിക്കില്ല. കാരണം ഞാൻ നിങ്ങളുടെ കുത്തകയിൽ എനിക്ക് രാഷ്ട്രസ്നേഹം ശാഖയിൽ നിന്ന് കിട്ടിയതല്ല. അത് സ്വന്തം അമ്മ തന്ന പാലിൽ നിന്നും എൻ്റെ രാജ്യബോധത്തിൽ നിന്നും കിട്ടിയതാ. ഞാൻ പഠിച്ച സാധാരണ വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയതാ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യമെന്ന് ഞാൻ പഠിച്ചത് നമസ്തേ സദാവത്സരേ എന്നല്ല. എന്റെ ബോധി എന്നെ പോലെ ഒരാൾക്ക് പോലും ഒരു റെസ്പെക്ട് തരാൻ പഠിപ്പിക്കാത്ത നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ എന്ത് തേങ്ങയാണ്ടോ, എന്ത് തേങ്ങയാണ്. ഇന്ന് നീച്ചപ്പോൾ പോലും ഈ ധർമ്മത്തിന് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അവന്റെ തന്തയുടെ വർത്താനം എന്നോട് പറയുന്നു കാശ് കിട്ടാൻ വേണ്ടി. അതിന്റെ തന്തയാണെന്ന് വീണ്ടും പറയുന്നു. കാശിന് വേണ്ടി അമ്മയെ കൂട്ടി കൊടുക്കുന്നത്. എടാ കാശിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കില്ലടാ. ചണ്ടാളബാബയ്ക്ക് അവസരവും അവകാശങ്ങളും പാട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ധർമ്മം വിട്ട് കളിയില്ല. അടച്ചാക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഡോൾഗോ അങ്ങ് BJP പ്രവർത്തകനാണെന്നും അങ്ങ് അഡ്വക്കേറ്റ് ആണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങ് പൊതുവേദിയിലേക്ക് വിളിക്കൂ നേതാക്കന്മാരെ, ഞാൻ വരാം. ഞങ്ങളുടെ ഐഡിയോളജിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളെ ഉൾക്കൊണ്ട് എന്തുണ്ട് RSSൽ? നിങ്ങൾ പറയുന്നത് വനവാസി കല്യാൺ എങ്ങനെ ആദിവാസികളെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്തിരിക്കുന്നേ? അടച്ചാക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്കായിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാർ പോലും ജാതി നോക്കിയിട്ടാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാണ്. ഞാൻ പല പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ കേൾക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ആകുന്നില്ല? നിങ്ങളുടെ നേതാവാണല്ലോ. നിങ്ങൾ നേതാവാണെന്നും നിങ്ങളുടെ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന
വത്സൻ തില്ലങ്കേരിയെ ഒരു അഭിമുഖത്തിന് വേണ്ടി ആശ്രമത്തിലേക്ക് ക്ഷണിച്ചതാണ്. ഞാൻ അഭിമുഖത്തിൽ പങ്കെടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അഭിമുഖത്തിൽ പങ്കെടുക്കാറില്ലേ? എന്റെ ചോദ്യങ്ങൾ, നീ ആരാ, നിന്റെ തന്ത സുജിത്തെ, നിന്റെ തന്തയാണ്ടാ, അമ്മനോട് ചോദിച്ചാൽ മതി. ഞാൻ ആരാന്ന് അറിയില്ല എന്നുള്ളതിനെ നിങ്ങളുടെ പ്രശ്നം. RSSകാരനാവും ചോദിച്ചതേ. ഞാൻ ആരാറില്ലെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ രാജ്യത്ത് ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ആദിവാസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരേ ഒരു ഹിന്ദു ആചാര്യനാണ് ഞാൻ. എന്റെ അവകാശവാദമല്ല, നിങ്ങളുടെ ജന്മഭൂമിയിലും വന്ന ജനം ടിവിയിലൊക്കെ വന്ന വാർത്തയാണ്. ഇനി ഗൂഗിൾ സെർച്ച് ചെയ്താലും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. പിന്നെ രാജ്യത്ത് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ സ്വത്വത്തിന് വേണ്ടി പോരാടുന്ന കേരളത്തിലെ ഒരു ദളിത് ആത്മീയ ലീഡറാണ് ഞാൻ. അഡ്രസ് കിട്ടിയില്ലേ? മഹാചണ്ടാള ബാബ എന്നാണ് എൻ്റെ ആശ്രമത്തിലെ മഠാധിപതിയുടെ സ്ഥാനപ്പേര്. മാതൃകുല ധർമ്മരക്ഷാശ്രമം എന്നാണ് ആശ്രമത്തിന്റെ പേര്. ഓക്കെ, ഞാൻ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഞാൻ ആരാ വെച്ചാൽ എനിക്ക് അഡ്രസ് ഉണ്ട്. അതായത് നിന്നെ പോലെ ഒരു പൂച്ച പോലും അറിയാത്ത ആളല്ല, അഡ്രസ് ചെയ്യപ്പെട്ട ആളാണ്. ഇനി തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ കൃത്യമായി പേര് ചേർക്കപ്പെട്ടുള്ള ഒരു ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള ഒരു തന്ത്രിയാണ് ഞാൻ. ഞാൻ മാത്രമാണ് അതിലുള്ള ദളിത് ആദിവാസി എന്നുള്ള ഒരേ ഒരാൾ. RSSകാരുടെ ഒരു ക്ഷേത്രത്തിന് തന്ത്രമില്ല, BJPക്കാരുടെ ക്ഷേത്രത്തിന് തന്ത്രമില്ല. എന്നാൽ ദേവസ്വം ബോർഡ്, ഭരണഘടനാപരമായ ദേവസ്വം ബോർഡിൽ തന്ത്രിയായിരിക്കുന്ന ഒരേ ഒരാൾ നമ്മളാണ്. നിങ്ങളുടെ ഹിന്ദുത്വം കാപട്യമാണ്. അതുകൊണ്ട് ഡോൾഗോ B. ഗോപാലകൃഷ്ണൻ ഇവിടുത്തെ കുലാചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുങ്ങലിലേക്ക് ആളുകൾ പോകാൻ പുറപ്പെട്ടപ്പോൾ, അങ്ങ് BJPക്കാരനാണല്ലോ, അദ്ദേഹം മനോരമയിൽ പത്രവാർത്ത കൊടുത്തു. വാർത്ത വേറൊന്നുമായിരുന്നില്ല, ഇതൊക്കെ ഞങ്ങൾ നിർത്തലാക്കിയതാണ്, അതുകൊണ്ട് തന്നെ അത് ആരംഭിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചോ? അദ്ദേഹം അത് പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് എന്തേ പറയാതിരുന്നേ? ഇവിടെ മതം മാറ്റിയ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിക്കും മറ്റുള്ളവർക്കും ഓടിപ്പോയ BJPക്കാരുണ്ടല്ലോ. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ല, ഞങ്ങൾ അത് ഉദ്ദേശിച്ചില്ല എന്ന് പറയാം. പക്ഷെ രാജ്യത്തെ അടിസ്ഥാന പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വത്വത്തെ ആക്രമിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ അവർക്കായിട്ടില്ല. അർജുൻ കുമാർ നന്ദി, അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യം പറയുക. ഇത് ഇത്രയും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ നമ്മളുടെ ഒന്നും ബുദ്ധിമുട്ടും വിഷമങ്ങളും മനസ്സിലാക്കി. നിങ്ങൾ സാധാരണ സന്യാസിമാരെ പോലെയല്ല. ഒരേ സമയം ദളിത് ആക്ടിവിസ്റ്റുകളുടെ ആക്രമണമാണ് ഒരു സൈഡിൽ നിന്ന്. കാരണം ഹിന്ദു പക്ഷത്ത് നിൽക്കണ്ട. ഞാൻ ആസിഡ് പൊള്ളി കിടക്കുന്ന നേരത്ത് കുറച്ച് ദളിത് ആക്ടിവിസ്റ്റുകൾ നമ്മളെ കാണാൻ വരികയാണ്. എന്നിട്ട് അവർ പറയാണ്, എന്തിനാണ് ഈ പൊള്ളി കിടക്കുന്നത്, വരൂ മതം മാറാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, മതം മാറാനാണെങ്കിൽ ഞാൻ ഇത്രയും പീഡനം സഹിക്കേണ്ട ആവശ്യമുണ്ടോ? മതം മാറാൻ ഇത്രയും പീഡനം അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊക്കെ മതം മാറിയാൽ മതിയായിരുന്നില്ലേ? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എൻ്റെ തറവാട്ടിൽ നിന്ന്. എൻ്റെ തറവാട്ടിൽ നിന്ന് മാറുകയല്ല, എൻ്റെ തറവാട്ടിലെ മാലിന്യങ്ങൾ അടിച്ചു തൂത്ത് വലിച്ചെറിയുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണുന്ന പറഞ്ഞു, ഇവിടെ തന്നെ കാണും. ആ കാണും എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചപ്പോൾ ഒരേ വിഭാഗത്തിലുള്ളത് വേറെ, പിന്നെ ഹിന്ദുത്വരുടെ ഈ സവർണ ആക്രമണം വേറെ. ഈ കലാവി നായരെ പോലെയുള്ള ചില ആളുകൾ അവരാ പേര് തന്നെ വെച്ചിരിക്കുന്ന കള്ളത്തരാ. കാരണം നായന്മാരൊക്കെ നമുക്കെതിരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ അമ്മ ഒരു നായരല്ലേ, എൻ്റെ അമ്മ ഒരു നായരാണ്. അതുകൊണ്ട് നായർ എനിക്ക് ശത്രുവൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പൊലയൻ എന്നെ അംഗീകരിച്ചോളൊന്നുമില്ല. അമ്മ നായരല്ലേ. ഇവിടെ ജാതി പൊലയനുമുണ്ട്, നമ്പൂരിക്കുണ്ട്, എല്ലാവരും. നിങ്ങൾ ജാതി ഇല്ലാനുള്ള കള്ളത്തരം മാറ്റി വെച്ചോളാനാ വളരെ. നിങ്ങൾ പറയും RSSൽ ജാതി ഇല്ല എന്നുള്ളത്. ആർക്കാണ് ജാതി ഇല്ലാത്തത് RSSൽ? ഏത് നേതാവാണ് പൊലച്ചീനെ കല്യാണം കഴിച്ചുള്ള നായരുള്ളത്? നീ കല്യാണം കഴിച്ചതിന്റെ മക്കളുടെ ജാതി അതേപോലെ കൊടുന്ന് അങ്ങനെ പോയ എത്ര ആളുണ്ടായിരിക്കും? ഇതൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് കല്യാണം കഴിക്കലല്ല കേട്ടോ ജാതി, അങ്ങനെയൊന്നും കരുതരുത്. പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് കേൾക്കണം. അടിസ്ഥാന വിഭാഗങ്ങളെ നിരന്തരം വേടനെന്നും ബിന്ദു അമ്മിണി എന്നും പറഞ്ഞിട്ട് അവരുടെ സമരങ്ങളെ ആക്ഷേപിച്ചൊതുക്കാം എന്ന ധാരണ വിട്ടിട്ട് ഈ വിഭാഗത്തിന്റെ പ്രശ്നം എന്താണെന്നും ഹിന്ദു പക്ഷത്ത് ഒരു മതം മാറ്റവും നടത്താതെ എല്ലാം സഹിച്ചുകൊണ്ട് ഇന്ന് നിൽക്കുന്ന ഒട്ടുമിക്ക ഹിന്ദുക്കളുണ്ട്, SC ST വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച്. ഒരു ഗുണവുമില്ല. മതം മാറിപ്പോയ ക്രൈസ്തവർക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങൾക്ക് ആ സമയത്തിൽ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. പക്ഷെ അവരായി പോയി അംഗീകരിക്കാൻ ഹിന്ദുക്കൾക്കാകുന്നില്ല. ആ ഹിന്ദുക്കൾക്കാകാത്തതിന് കാരണം ഇന്ന് മൊത്തം ഹിന്ദുവിന്റെ പ്രശ്നമല്ല, ഇന്ന് ഹിന്ദുവിന്റെ കുത്തവകാശം പേറുന്ന സംഘടനകൾ ഉണ്ടാകുമ്പോൾ ഇതിനെ പരിഹരിക്കണം.
പരിഹരിക്കണമെങ്കിൽ എന്നെ കേട്ടില്ലെങ്കിൽ എന്നെ പോലെയുള്ളവരെ കേൾക്കാൻ തയ്യാറാകണം. ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടത് പരിഹരിക്കപ്പെടണം. ഹിന്ദുവിന്റെ മുഖ്യധാരയിൽ നായർ സന്യാസിയെ മാത്രം കൊണ്ടു നടന്നാൽ പോരാ. ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഹിന്ദുക്കളുടെ പൊതുവേദിയിൽ ഒന്നും വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഔദാര്യം കാണിക്കുകയാണ് അവരത് വിളിച്ചു പറയുക. അതുകൊണ്ട് ആളെ വേറെ തരാം, ചൂണ്ടിക്കാണിച്ചു തരാം. അവരെ കൊണ്ടുപോയി ഇരുത്തൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ വേദികളിൽ. നിങ്ങൾ അത്ര കണ്ട് ആക്ഷേപിച്ചു കഴിഞ്ഞു. എന്നെ വിളിച്ച വേദിയിലെല്ലാം കച്ചറ ഉണ്ടാക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ അനീതി കാണിക്കുകയും തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാല് പിടിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ വിളിച്ച ചണ്ടാളയുടെ കാല് പിടിച്ചല്ലോ എന്ന് പറയാണ്. ചിദാനന്ദപുരിയുടെ കാല് പിടിച്ചാൽ നിങ്ങൾക്ക് പറയാനില്ല, പക്ഷെ ചണ്ടാളയുടെ കാല് പിടിച്ചാൽ നിങ്ങൾ പറയുന്നു. എന്നിട്ട് വേടനും ബിന്ദു അമ്മിണിയും പ്രശ്നക്കാരാണെങ്കിൽ നിങ്ങൾ മോഹനരെ വിളിച്ചതിനും നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്തിന് മോഹനരെ വിളിച്ചു? മോഹന പെണ്ണുപിടിയാനല്ലേ? എന്തുകൊണ്ട് വിളിച്ചു? അപ്പോൾ പിന്നെ അത് പോറ്റി എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനായില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആചാര സംരക്ഷണം നടത്തിയില്ല? പുണ്യാഹം നടത്തിയ കണ്ഠര് രാജീവര് ശബരിമല സന്നിധാനത്തെ കള്ളൻ കയറിയാൽ പുണ്യാഹം വേണ്ടേ? ചോരശാന്തി ഹോമം വേണ്ടേ? എന്തുകൊണ്ട് ഇതുവരെ നടത്തിയില്ല? എന്തുകൊണ്ട് അതിനെതിരെ സമരം നടന്നില്ല? അപ്പൊ ഈ പിന്നെ സമരത്തിന് നേതൃത്വം NSS നായരാ. ഇപ്പൊ മുരാരി ബാബു ഉള്ളത് കൊണ്ടാണോ NSSകാർക്ക് സമരം ആചാരം സംരക്ഷിക്കേണ്ടാത്ത? വേടന് വേണ്ടിയിട്ടല്ല ഇത്, വേടനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട്. വേടന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ നേരിടുന്നെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കണം. അല്ലാണ്ട് നിരന്തരം അയാളെ ഈ കഞ്ചാവോളി പെണ്ണുപിടി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മോഹനെ പറയുന്നില്ല എന്നൊരു ചോദ്യം. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത് പറയുമ്പോൾ നിങ്ങളെ പുട്ടിൽ തേങ്ങ തിരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ സാധാരണക്കാരായ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കൂ. മധുജി ഈ പറഞ്ഞ ഒരു അമ്പലത്തിൽ ഇരുന്നിട്ട് വേടനെ പറഞ്ഞു, എന്തുകൊണ്ട് മോഹനെ പറയുന്നില്ല? എന്തുകൊണ്ട് പോറ്റിയെ പറയുന്നില്ല? ഇനി നിങ്ങൾ പറയും കർമ്മണ ബ്രാഹ്മണസ്ഥിതാന്ന് പറയും. കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യമാണെങ്കിൽ എന്തുകൊണ്ട് പോറ്റിയുടെ ബ്രാഹ്മണ്യം നിഷേധിക്കുന്ന സംഘടന ഈ യോഗക്ഷേമ സഭ അല്ലെങ്കിൽ അക്കിരസൻ മട്ടിരിപ്പാടിനെ അല്ലെങ്കിൽ തന്ത്രി സമാജം പോലുള്ളവര് എന്തുകൊണ്ട് വിജ്ഞാപനം സമർപ്പിക്കുന്നില്ല? ഇവന്റെ ബ്രാഹ്മണ്യം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞിട്ട്. ഈ കള്ളനും ബ്രാഹ്മണനാണോ? അതാണോ നിങ്ങളുടെ കർമ്മ ബ്രാഹ്മണ്യം? കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാമെങ്കിൽ ബ്രാഹ്മണ്യം നശിച്ചിട്ടുണ്ടെങ്കിൽ പോറ്റിയുടെ ബ്രാഹ്മണ്യം എന്തുകൊണ്ട് പോകുന്നില്ല? ആ കാലഘട്ടത്തിൽ അവിടെ മോഷണം നടത്തണമെങ്കിൽ മേൽശാന്തിയുടെയും തന്ത്രിയുടെയും പിന്തുണ ഉണ്ടായേ പറ്റൂ. ഇത് ഞാൻ പറയുന്നല്ല. BJPയുടെ നേതാവ് രാധാകൃഷ്ണൻജി ABC ചാനലിൽ നിന്ന് പച്ചയ്ക്ക് വേണ്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല? ഇതെന്താ പറയാത്തേന്ന് ചോദിക്കുമ്പോ ദളിതാദിവാസി പട്ടണത്തിൽ എന്നെ സംബന്ധിച്ചിട്ട് വേടനെയും ബിന്ദു അമ്മിണിയെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമല്ലെങ്കിൽ പോലും നീതിപരമായുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കും. എന്തുകൊണ്ട് അവർക്കെതിരെ മാത്രം ബിന്ദു അമ്മിണിയെ നിരന്തരം ഈ RV ബാബു ഒക്കെ കുലധർമ്മത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞു വെച്ച ആളാണെന്നറിയോ? RV ബാബു ഹിന്ദു ഐക്യവേദിയുടെ നേതാവാ. അതൊക്കെ എന്നോ എടുത്ത് കളയണമെന്ന് പറഞ്ഞ ആളാ. അദ്ദേഹം ഈയിടെയും ബിന്ദു അമ്മിണിയെ ടോർച്ചർ ചെയ്യുന്ന നമ്മൾ കാണേണ്ടായി. എന്തിന്? അപ്പൊ ഇതിന് പ്രശ്നം കിടക്കുന്നത് സംഘടനകൾക്കല്ല, ആളുകളുടെ ജാതിയാണ്. ഇത്തരന്മാര് നവോത്ഥാനം ഉണ്ടാക്കണ്ട. എന്നോട് തന്നെ പറഞ്ഞതാ, കോഴി വെട്ടാൻ പോകുമ്പോ RSSകാരോട് ചോദിക്കണ്ടേ എന്നാണ് സൽസ്വരൂപാനന്ദ ചോദിച്ചത്. ഞങ്ങളെ നിർത്തി എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കണ്ടേന്നാണ് പറയുന്നത്. അവരോട് ചോദിച്ചതിനാ? അവരാരാ? RSSകാര് സ്വതവേ മതത്തിന്റെ ആൾക്കാരല്ല. പിന്നെന്താ അവരോട് ചോദിക്കാനുള്ളത്? ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്നോ പറയാൻ തുടങ്ങിയതാ. കുലധർമ്മത്തിന്റെ ക്ലാസ്സുകൾ ഒരു ഫീസും ഇല്ലാതെ ഈ കേരളത്തിലോ രാജ്യത്ത് എവിടെ വേണം നടത്താൻ ആളുകളെ വിട്ടുതരാന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിനോട് പറഞ്ഞതാണല്ലോ. ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. ഫീസ് വാങ്ങുമ്പോൾ പലരും പറയുന്ന ഫീസിനാ ക്ലാസ് നടക്കുന്നത്. ഫീസ് ഇല്ലാണ്ട് സംഘടനാ ബേസിൽ എവിടെ വേണം ആളെ വിട്ടുതരാന്ന് പറഞ്ഞതാ. അവർ ചെയ്യില്ല. അവർ അവസാനം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ട്രഷറാണ് പറഞ്ഞത് നമ്മളോട്. അല്ല, ഞങ്ങൾക്കൊരു സിലബസ് ഉണ്ട്, അത് വെച്ചിട്ട്. അതെന്താ ബ്രാഹ്മണിക് സിലബസ്? അത് വെച്ചിട്ടേ പഠിപ്പിക്കുള്ളൂ എന്നുള്ളത്. വേടനെയും ബിന്ദു അമ്മയും ടൂളാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും ടൂളാക്കാത്ത? എന്നാ നിങ്ങൾ കൊണ്ടുപോയി ഈ ടൂൾ ഇവിടെ ഇല്ലേ? ഈ ബിന്ദു അമ്മയും വേടനെ പോലൊരു ഇവിടെ ഇല്ലേ? എന്താ നിങ്ങൾ ടൂള്? ശ്യാംകുമാറിനെ കൊണ്ടുവന്ന നിങ്ങൾ പറയും ശ്യാംകുമാർ ടൂളാണ്. എന്താ അവർക്ക് മാത്രമേ ടൂൾസ് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്താ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒരു ടൂളിനെ കിട്ടാത്ത? ടൂളാണെങ്കിൽ ഞാൻ ടൂളിനെ കിട്ടാത്ത എന്താ? എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ നിങ്ങളുടെ പൊളിറ്റിക്കൽ വാക്കുകളാണ്. ടൂളാണ്. ജിഹാദികളുടെ കാശ് വാങ്ങി, സുഡാപ്പികളുടെ കാശ് വാങ്ങി. അപ്പൊ നമ്മൾ RSSന്റെ പ്രശ്നം അവർ പറയില്ലേ, RSSന്റെ കാശ് വാങ്ങി എന്ന് പറയില്ലേ? ഈ കാശ് വാങ്ങുക എന്നുള്ള ഈ ഉച്ചാളിത്തരം പറഞ്ഞൊക്കെ നിർത്തണം നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട്. ചണ്ടാളവ പറയുന്ന ശരികേടുകൾ നിങ്ങൾ അംഗീകരിക്കണ്ട. അതിനാ ശരികേട് ഇന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റാണ്, അത് ശരിയല്ല, അത് നേതാക്കന്മാർ പറയേണ്ടതാണെങ്കിൽ പൊതുവേദികൾ വിളിച്ചോളൂ. ഞാനൊരു സമുദായത്തിന്റെ പ്രതിനിധിയാണ്.
നിങ്ങൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ജനൻ ടി വി പോലും എന്നെ ദലിതനായിട്ടാണ് പ്രഖ്യാപിച്ചേ. ഗൂഗിൾ പോലും ദലിതനായിട്ടാണ് പറയുന്നേ. അപ്പൊ എനിക്കില്ലെങ്കിലും ഞാനതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്നെ പോലെ ആചാര്യൻ പറയുമ്പോൾ കേരളത്തിൽ എന്തായാലും എനിക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല മക്കളെ. നമ്മൾ പറഞ്ഞു നമ്മൾ നിയമപരമായ രേഖകളിൽ പോലുള്ള ആളാണ്. നിയമപരമായ രേഖകളിൽ റെപ്രസെന്റേഷനോട് കൂടി SC/ST വിഭാഗ റെപ്രസെന്റേഷനുള്ള ആളാണ് നമ്മൾ ആചാര്യത്വത്തിൽ. നമ്മളെ കേൾക്കാൻ ഹിന്ദു പക്ഷം തയ്യാറായിട്ടില്ല എന്നും ഹിന്ദുത്വം കൂക്കുന്ന ആളുകൾക്കായില്ല എന്നുള്ളതും അവരുടെ പോരായ്മയാണ്. അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? നേരിട്ട് കേൾക്കാത്തത് കൊണ്ടാണ്. നേരിട്ട് കിട്ടുന്ന അവസരത്തിൽ എന്ത് ചെയ്യാണ്? 5 മിനിറ്റ് സംസാരിച്ചാൽ അതിന് മിണ്ടാൻ പാടില്ല. കയറിയിട്ട് ആരെ ഇടപെടുന്നത്? നമ്പൂതിരിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നില്ല. നമ്പൂതിരി ആയാലും എന്തു ആവാം. താങ്കൾ പറയുന്നത് എന്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാർ എന്ന പ്രയോഗം തെറ്റാണ് സുബ്രസ്വാനി. താഴ്ന്ന ജാതിക്കാർ എന്ന പ്രയോഗം തെറ്റാണ്. ഇവിടെ താഴ്ന്ന ജാതിക്കാറില്ല, താഴ്ത്തപ്പെട്ടവരെയുള്ളൂ. ആ വാക്ക് പറയുമ്പോഴേ ഉള്ളൂ താഴ്ത്തിയവരെ കുറിച്ച് നിങ്ങൾ പഠിക്കുള്ളൂ. താഴ്ത്തപ്പെട്ടവർ എന്ന പ്രയോഗം ഇപ്പോഴത്തെ ചിദാനന്ദ സ്വാമി അടക്കം ഒരു വാക്കിൽ പറഞ്ഞു താഴ്ന്ന ജാതിക്കാർ. തെറ്റാണ്. സ്വാമിജിക്കും തെറ്റ് ഒരുപാടുണ്ട്, ഇല്ലാതെ പറയാൻ പറ്റില്ല. താഴ്ന്ന എന്ന വാക്ക് തെറ്റാണ്. അത് സ്വാമിജി ചെറുപ്പത്തിലേ കേട്ടുപഠിച്ചു. അദ്ദേഹം നായർ സമുദായക്കാരനാണ്, കേട്ടുപഠിച്ചതാ. താഴ്ന്ന എന്ന വാക്ക് തെറ്റാണ്. താഴ്ത്തപ്പെട്ടവരാണ്. താഴ്ത്തപ്പെട്ട സമുദായങ്ങൾ എന്തുകൊണ്ട് സവർണർ കുഴിക്കുന്ന കുഴിയിൽ ചെന്ന് ചാടുന്നത്? ഒരു സവർണറുടെ കുഴിയിലും ചാടിയിട്ടില്ല. ഇവിടുത്തെ താഴ്ത്തപ്പെട്ട സമുദായങ്ങൾ ഹിന്ദു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ സ്വത്വത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുകയാണ്, അല്ലാണ്ട് സവർണർക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഹിന്ദു എന്ന് പറഞ്ഞ് ഇന്ന് വരെ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് അന്ന് തുടങ്ങിയതാ. അന്ന് തൊട്ട് ഇന്ന് സംഘപരിവാറിന്റെ വരെ കയ്യിലെത്തി നിൽക്കുമ്പോൾ ഹിന്ദു എന്ന ഐഡിയോളജി ഒരു ബ്രാഹ്മണിസമാണ്. അത് കോടതിയിൽ ചെന്നാലും ഹിന്ദു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസമാണെന്നാണ് ധരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഈ പറഞ്ഞ താഴ്ത്തപ്പെട്ട സമൂഹങ്ങൾ അതിന്റെ ഭാഗമല്ല. അവരതല്ലാതിരിക്കെ ഈ മുഖ്യതലം നിങ്ങളെപ്പോൾ അവർ ഹിന്ദു എന്ന് പറഞ്ഞ സന്യാസിമാര് പോലും ഇത് പറയുന്ന സന്യാസിമാര് മാത്രമാണ് വിശ്വ ഹിന്ദു പക്ഷത്തിൽ എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് കൊലയനായാലും അത് പറഞ്ഞാലേ അവിടെ സന്യാസിയിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വെച്ച് കൊടുത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ കുഴിയിൽ വീണു. കുഴിയിൽ വീണതല്ല. ഇവർക്ക് വേണ്ടി, ഇവരായി നിൽക്കാൻ വേണ്ടി നിങ്ങളെക്കാൾ, ഏതൊരു ഹിന്ദുവിനേക്കാൾ കൂടുതലും ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നതും അവശത അനുഭവിക്കുന്നതും പോരാടുന്നതും ഇവിടുത്തെ താഴ്ത്തപ്പെട്ട സമുദായങ്ങളാണ്. ഇത് നമ്പൂതിരിക്കോ മറ്റുള്ളവർക്കോ ഇല്ല. പക്ഷെ എന്താണ്? നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ നിരന്തരം പായ വിരിക്കുക. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഹിന്ദുത്വം കൊട്ടിഘോഷിക്കുകയാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു വീടെന്ന് പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് അതിന്റെ പാതുകയാണ് എന്ന് പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് താഴ്ത്തപ്പെട്ട സമൂഹങ്ങളാണ്. ഇവരിൽ നിന്നാണ് നിങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരൊന്നും സംസാരിച്ചിട്ടില്ല, നിങ്ങളവരെ അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലോ ഗ്രന്ഥങ്ങളിലോ ഇല്ല. ടിൻഡുമോൻ, നമ്മളെല്ലാം ഹിന്ദുവാണ്, നമ്മൾ ജാതിയില്ല. പറയാനൊക്കെ നല്ല കാര്യമാണ് ടിൻഡുമോൻ. ഞാനൊരു കൗളനാണ്, ഞങ്ങൾക്ക് ജാതി ഇല്ല എന്നുള്ള ഞങ്ങളുടെ സമ്പ്രദായമാണ്. ഇത് പറയാം, പ്രാക്ടിക്കലിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെപ്പോലൊരാൾ പ്രാക്ടിക്കലി അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഹിന്ദു സമൂഹത്തിൽ നല്ല ജാതിയുണ്ട്. ഞാൻ സംഘടനയെ വെച്ചിട്ട് തന്നെ സംസാരിക്കാം. കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ഇതുവരെ ഒരു ക്ഷേത്രത്തിൽ, മഹാക്ഷേത്രത്തിൽ പോലും SC/ST വിഭാഗത്തിന് ഒരു തന്ത്രി ഉണ്ടായിട്ടില്ല. ജാതിയില്ലേ? എനിക്കറിയില്ല. BJPക്ക് MP മാരുണ്ടായി വന്നു, SC/ST ഇതുവരെ കേരളത്തിന് MP ഉണ്ടായില്ല. ജാതിയില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും മുർമു എന്ന് ചോദിക്കും. പ്രസിഡന്റിന്റെ കാര്യമല്ല പറഞ്ഞ്. രാംനാഥ് കോവിന്ദ് ചോദിക്കും പ്രസിഡന്റിന്റെ കാര്യമല്ല പറഞ്ഞ്. ഇനി ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ തന്നെ ദളിത് സ്വത്തും ഉയർത്തിപ്പിടിക്കുന്ന, ആദിവാസി സ്വത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദിവാസി പ്രസിഡന്റോ ഒരു ദളിത് പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? സ്വത്വം അവിടേക്ക് ഇരിക്കണമെങ്കിൽ ബ്രാഹ്മണിക് ഐഡിയോളജിയെ തലോടുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് ബ്രാഹ്മണരെ അല്ല പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അംബേദ്കറെ പഠിക്കണം. അല്ലാണ്ട് ഇവിടുത്തെ ദളിതുകളുടെ, ഇപ്പോഴത്തെ ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഗ്രന്ഥത്തെ പഠിച്ചിട്ട് കാര്യമില്ല. അവർ ഈ നമ്പൂതിരി വിരോധക്കാരാണ്, അല്ലെങ്കിൽ സവർണ വിരോധക്കാരാണ്. അവരെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അംബേദ്കറെ പഠിക്കണം, ഡയറക്റ്റ് അംബേദ്കറെ പഠിക്കണം.
ഡയറക്റ്റ് അംബേദ്കറെ പഠിക്കുമ്പോഴാണ് ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഒരു ഹയറാർക്കി സംവിധാനത്തെ വിളിക്കുന്ന പേരാണ്, മേൽക്കൊയ്മ സിദ്ധാന്തത്തെ വിളിക്കുന്ന പേരാണ്. അല്ലാണ്ട് ബ്രാഹ്മണിസം ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ടതല്ല. ബ്രാഹ്മണനുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജാതിയെ ഉയർത്തിപ്പിടിച്ച് ജാതി ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ചക്ക തമ്മിലുള്ള വലിപ്പം നോക്കുമ്പോൾ ചക്ക തന്നെ പിടിച്ചിട്ട് വേണം ചക്കയുടെ വലിപ്പം നോക്കാൻ. ചക്കേൻ്റെ ഒപ്പം മാങ്ങ വെച്ചിട്ട് കാര്യമില്ല. ജാതികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ മറ്റുള്ളവരെ കാണുന്നത് അതേ തലത്തിൽ ഇവനെ കൊണ്ടുപോയി വെക്കണ്ട, ഇവനെ മനസ്സിലാക്കിയാൽ മതി. ഹിന്ദു ഐഡിയോളജിയിൽ മാറ്റം വരുത്തണം. ഹിന്ദു ഐഡിയോളജി എന്താണ്? ബ്രാഹ്മണിസം അല്ല. എല്ലാവരെയും കൊണ്ട് ഈ പൂടോലി ഇടിപ്പിച്ച് പച്ചക്കറിയും കഴിപ്പിച്ചിട്ട് സന്ധ്യാവന്തരം നടത്തിപ്പിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയൊക്കെ എന്നോ നിർത്തണം. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. അത് ചെയ്യുന്ന അതേ പ്രസ്ഥാനം ഇതേപോലെ കൗള പാരമ്പര്യമുള്ള പുലയന്റെയും പറയന്റെയും ഒക്കെ ആചാരങ്ങൾ ഈ നമ്പൂതിരിയെ കൂടി കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന സംവിധാനം കൊണ്ടുവരണം. അപ്പോൾ ഈക്വലായി. അല്ല ഒന്നിനെ ചെയ്യുമ്പോൾ മറ്റവനെ താഴ്ത്തുകയാണ്, അവന്റെ ധർമ്മ വ്യവസ്ഥ ഇല്ലാണ്ടാക്കുക. കാലം എല്ലാത്തിനും മാറ്റം വരുത്തും. ഇതിനെ ഞാൻ എന്താ പറയുക, പ്രദീപ് കുമാറിന് ഒരു കാര്യം പറയാം. പ്രദീപ് കുമാർ കാലം എല്ലാത്തിനും മാറ്റം. പണ്ട് ഞാൻ തന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2013 കേരളത്തിലെ ആദ്യത്തെ ദലിത് വിഭാഗത്തിലെ തന്ത്രി എന്ന് പ്രഖ്യാപനം. ആ സമയത്ത് അവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പ്രതിനിധികളൊക്കെ ഉണ്ട്, അറസ്റ്റുകാരൊക്കെ ഉണ്ട്, എല്ലാ അവസരമുണ്ട്. എന്നിട്ട് ഞാൻ ആ പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പുറത്തുള്ള മണിയൊക്കെ അടിച്ചിട്ടാണ് തൊഴുക. പക്ഷെ അന്നത്തെ ദിവസം പോയപ്പോൾ ഞാൻ അടിച്ചപ്പോൾ നേരെ അവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറിയുടെ മകൻ വന്നിട്ട് പറയുകയാണ്, വാര്യന്മാരാ ഈ മണിയൊന്നും അടിക്കാൻ പാടില്ല, അതുവരെ അടിച്ചാളാണ് കേട്ടോ. അപ്പം എന്ത് ചോദിച്ചു? അത് ഇവിടുത്തെ നമ്പൂരിക്കും ഊരാളിനും തന്ത്രിക്കും മാത്രമേ പറ്റുള്ളൂ. അതായത് ഉള്ളിൽ കിടക്കുകയാണ് ഇയാൾ തന്ത്രിയായി പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് അടിക്കണം എന്താ ചെയ്യുക? അതിവിടെ പറ്റില്ല. പറഞ്ഞു അത് കാരണം പറഞ്ഞു, റീസൺ വേണം പറഞ്ഞു. അപ്പം നേരെ സെക്രട്ടറി ഓടി വന്നു. അയാൾ പെരിന്തൽമണ്ണയിലെ ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി എന്തോ ആണ്, പിന്നെ കൂടെ BJPയുടെ നേതാവുമാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ് അത് ഇതിനുള്ളിൽ വഴക്കിടാൻ പാടില്ല. പക്ഷെ ഞാൻ മറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വരുന്നത്, മറ്റവർ സംസാരിക്കും വന്നില്ല. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി പറഞ്ഞു, അതെ മണി അടിക്കണമെങ്കിലൊക്കെ പേപ്പറിൽ എഴുതിത്തരണമെന്ന് പറഞ്ഞു ഈ RSSകാരൻ. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഒരു പേപ്പർ തരുമോ? പേര് ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹത്തെ. പേപ്പർ തരുമോ? അപ്പം അദ്ദേഹം അതൊക്കെ എൻ്റെ പെരയെ പോയി വാങ്ങിയാൽ മതി. തലേദിവസം തന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ച ആളാണെന്ന് പറഞ്ഞാൽ ആ എൻ്റെ പെരയെ പോയി വാങ്ങിയാൽ മതി. ഓഫീസിൽ നിന്നാണ് പേപ്പർ വയ്ക്കുന്നത്, ആളെ വരെയെന്നല്ല. അപ്പം ഞാനെന്ത് വെച്ചു, അപ്പം ഞങ്ങളുടെ പൈസ മതി, അല്ല ഞങ്ങളുടെ വേറൊന്നും വേണ്ട. അതിൻ്റെ അർത്ഥം ഇവിടെ കേൾക്കാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയായാലും ശരി, ഞങ്ങൾ ഈ പറഞ്ഞ തന്ത്രിയും ഊരാളിനൊക്കെ രീതികളിൻ്റെ അപ്പുറം ഒരു പിന്നെ ഞാൻ വേറൊരു അപേക്ഷ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലും പറയട്ടെ. ഇയാളൊരു മര്യാദയിലാണ് സംസാരിച്ചു. വളരെ വിഷമായി എനിക്ക് ആ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ സങ്കടത്തോട് കൂടിയിട്ട് ഇറങ്ങി വീട്ടിലെത്തി. ഞാനിത് ആദ്യം വിളിച്ചു വേണത് ഹിന്ദു ഐക്യവേദിയിലെ ശശികല ടീച്ചറെയാണ്. ശശികല ടീച്ചർ വേറെ പറയണേ, അയ്യോ നിങ്ങൾ ക്ഷമിച്ച് കാത്തിരിക്കും. അപ്പം ഞാൻ അന്ന് പ്രദീപിൻ്റെ അതേ പറച്ചിലാണ്, ക്ഷമിച്ച് കാത്തിരിക്കും. അപ്പം ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ക്ഷമിക്കാം, 70 വയസ്സായി എൻ്റെ അച്ഛന്, 70 വർഷമായിട്ട് എൻ്റെ അച്ഛൻ ക്ഷമിക്കുന്നു, 10-30 വർഷമായിട്ട് എൻ്റെ വലിയ ജക്ഷൻ ക്ഷമിക്കുന്നു, 10-28 വർഷമായിട്ട് ചെറിയ ജക്ഷൻ ക്ഷമിക്കുന്നു, പൂർവ്വരെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ക്ഷമിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്ഷമിച്ച് കാത്തിരിക്കേണ്ടത്? ആരുടെ ഔദാര്യമാണ് ഞങ്ങൾ കാത്തിരിക്കേണ്ടത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, അയ്യോ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പം വെറുതെയല്ല അംബേദ്കർ മതം മാറിയത്, നിങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നു. എന്നിട്ട് പിന്നെ മധ്യസ്ഥയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടി വീണ്ടും ഹിന്ദു ഐക്യവേദിക്കാർ വരികയാണ്. എന്നെ വിളിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരു മധ്യസ്ഥ ചർച്ച വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ആക്ഷേപിച്ച ആ നായരുടെ വീട്ടിലേക്ക്, പേര് ഞാൻ പറഞ്ഞില്ല, ഇന്നാളുടെ വീട്ടിലേക്ക് വേണം, അവിടെയാണ് മധ്യസ്ഥ. അതായത് ഞാൻ ചെല്ലേണ്ടത് അയാളുടെ വീട്ടിലേക്കാണ്, അയാൾ എൻ്റെ വീട്ടിലേക്കല്ല. പറയൂ പ്രദീപ് കുമാർ, എന്താണ് കാലത്തിന്റെ മാറ്റം? അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ സംസാരം കൊണ്ട് വന്ന മാറ്റം കുറേയുണ്ട് കേരളത്തിൽ. ഇറച്ചി മീനും എന്തോ തെറ്റന്നെയാണെന്നുള്ള ചിദാനന്ദ ഗുരുസ്വാമിക്ക് വരെ മാറ്റം വന്നു. ചെറിയ മാറ്റം, വലിയ മാറ്റമല്ല. പുറത്തുള്ള മാറ്റമുള്ളൂ, അകത്ത് മാറ്റമില്ല, എനിക്ക് ബോധ്യമാണ്. സ്വാമിജിക്ക് അകത്തൊരു മാറ്റവുമില്ല. സ്വാമിജി പൊളിറ്റിക്കലി മാറ്റം മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ സംസാരിച്ചു കൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടും ഇരുന്നത് കൊണ്ട് കുറേ മാറ്റം. അതിൻ്റെ ഇടയ്ക്കാണ് ആസിഡ് ഒഴിക്കുന്നതും കത്തി കൊണ്ട് വെട്ടുന്നതും ഒക്കെ. ഒരുപാട് ആക്രമണങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ഒക്കെ ഹിന്ദുക്കൾ ആക്രമിച്ചത്. ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് തെറി വിളിച്ചു എന്നൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് എനിക്ക് ആക്രമണമില്ല, ശാരീരികമായ ആക്രമണങ്ങളുമില്ല, ഒന്നുമില്ല. മറ്റുള്ളതൊക്കെ ഇരുപക്ഷത്തു നിന്നാണ്. ഹിന്ദു ആയിരിക്കുന്ന എനിക്കാണ് ആക്രമണം. ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ല, ഞാനൊരു ഈ പറഞ്ഞ DHRM കാരനല്ല, ഞാൻ മറ്റു സമുദായങ്ങളെ ആക്ഷേപിക്കുന്നവനല്ല. ഞാൻ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിരന്തരം എനിക്ക് അറിയുന്ന പണിയെടുക്കുന്ന ആളാണ്.
എനിക്ക് നേരെ ഇത്രയും പീഡനങ്ങളും ആക്രമണം ഉണ്ടാകുന്നു എങ്കിൽ ഹിന്ദുവായിരിക്കുന്ന ദളിത് ആദിവാസി പക്ഷത്തുള്ള ഒരു ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ സംവിധാനം പോലും അംഗീകരിച്ച ഒരു ആചാര്യന് ഈ രീതിയിൽ ഹിന്ദുക്കൾ ഇന്ന് പീഡനങ്ങളും ആക്രമണങ്ങളും നിരന്തരം സൈബർ ആക്രമണം നേരിടുന്നു എങ്കിൽ ഇനി ഏത് പട്ടികവർഗക്കാരനാ നിങ്ങളുടെ ഇടയിൽ വന്ന് നീതി പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ തന്ത്രിയാണെന്ന് പ്രസംഗിച്ചല്ലോ എന്ന് ചോദിച്ചാൽ പ്രസംഗിച്ചതല്ല, അത് പറഞ്ഞതാണ്, സത്യം. നിങ്ങൾക്ക് ദേവസ്വം കൊണ്ട് സൈറ്റ് പോയി നോക്കാമല്ലോ. എനിക്കിതെല്ലാം കൂടി ഒന്നും കാണാൻ പറ്റൂല, അതാണ് ഇത് എടുത്ത് വായിക്കുമ്പോഴത്തേനും സമയം പോവും. ഹിന്ദു ഐക്യവേദിയാണോ? ഹിന്ദു താങ്കൾ ഇപ്പോഴും ബ്രഹ്മത്തെ അറിഞ്ഞില്ല. ആ ശരി, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല. സുബ്രസ്വാനി, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല. എന്താ ബ്രഹ്മം? നിങ്ങൾ അറിയുന്നവര് പഠിപ്പിച്ചു തരൂ. എന്താ ബ്രഹ്മം? നിങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രത്തിലൊന്നും ഞങ്ങളുടെ ആളുകൾക്ക് പ്രവേശനമില്ലല്ലോ. നിണ്ടെങ്കിൽ തന്നെ പൂണൂലിടണ്ടേ, പച്ചക്കറി കഴിക്കണ്ടേ, കുലദൈവത്തെ ആചാരം നിർത്തണ്ടേ? ഞങ്ങളുടെ ബ്രഹ്മം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ബ്രഹ്മം എന്താ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ബ്രഹ്മം, ഞങ്ങളുടെ പൂർവികർ പറയുന്ന ബ്രഹ്മം അതെന്താ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കാരണവന്മാർ പറയുന്ന ബ്രഹ്മം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ബ്രഹ്മം എന്താ ഞങ്ങൾക്ക് അറിയില്ല. അത് ഈ എന്താ പറയാ, ഇതിൻ്റെ ഉള്ളിൽ കയറി സ്വർണ്ണം കക്കലും ദലിതുകളെ തെരഞ്ഞു പിടിച്ച് മുളക് പൊടി എറിയലും ഒക്കെ തന്നെയല്ലേ, അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തലും ഒക്കെ തന്നെയല്ലേ നിങ്ങളുടെ ബ്രഹ്മം? അല്ലെങ്കിൽ പട്ടികജാതിപ്പെട്ട ഒരു വിഭാഗക്കാരെ നിരന്തരം തെറി വിളിക്കലല്ലേ നിങ്ങളുടെ ബ്രഹ്മബോധം അല്ലേ? ആ ബ്രഹ്മബോധത്തിൽ നമ്മൾ വരില്ല. നമ്മുടെ ബ്രഹ്മബോധം മനുഷ്യത്വമുള്ളവരെ മനുഷ്യരായി കാണുക എന്നുള്ളതാണ്. അവിടെ ജാതിഭേദങ്ങളൊന്നുമില്ല. അത് എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്ന എല്ലാ സംഘടന ആളുകളും നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ ഇത്രയും സംസാരിക്കപ്പെടും RSSകാരനും BJPക്കാരനും ഒക്കെ ശിഷ്യരായിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് ബ്രഹ്മത്തെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ ലൈവിൽ വന്നത്. കാരണം വെച്ചാൽ ആ വിളിച്ചവൻ ഇവിടുത്തെ ഒരു സ്ത്രീ ആയിട്ടുള്ള സ്റ്റാഫിനോടാണ് വളരെ മോശമായിട്ട് സംസാരിച്ചത്. നമസ്തേ സദാവത്സലെ പുണ്യഭൂമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പെണ്ണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം. ഡോൾഗോ അതാണ് ശരി, അങ്ങയുടെ ആ പോസ്റ്ററാണ് ശരി. അത് മനസ്സിലാവാൻ അങ്ങ് സന്യാസി സഭയ്ക്കും സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വം, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇവിടെ സമുദായം ഒന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലെ മാർഗശമണ്ഡലിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന സന്യാസികളുടെ സമുദായം അല്ലെങ്കിൽ മതം ഒന്ന് അന്വേഷിച്ചോളൂ. എക്സ് മതം ഒന്ന് അന്വേഷിച്ചോളൂ. ഇതെന്നൊക്കെ മനസ്സിലാവും ഇവിടെ ആർക്കാണ് പ്രശ്നം. മൂപ്പിൽ സ്വാമിയാർക്കല്ല പ്രശ്നം. മൂപ്പിൽ സ്വാമിയാരൊക്കെ 2 കൈയായിട്ട് സ്വീകരിക്കും. ഇത് ആളുകളുടെ മനസ്സിലാണ്. ഈ സംഘടനയൊക്കെ നന്നാവണമെങ്കിൽ മാറ്റം വരണം. അതുകൊണ്ട് ദലിതുകളെ ആദിവാസികളുടെയൊക്കെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചാൽ, മറ്റുള്ളവർക്ക് സൈഡിൽ ഇല്ലാത്ത ഈ സമൂഹത്തിനെ മാത്രം ആക്രമിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്കാകില്ല. കാരണം കാളിദാസ അക്കിരമൺ നമ്പൂരിമാരെ പരമാവധി വിശുദ്ധരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ല. വേണ്ടത് ഞാൻ ഒരു പോസ്റ്റ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് പോകുന്നത്. ഈ ജാതി നിലനിൽക്കും കാലം ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് പറയും. ജാതി അങ്ങോട്ടായിട്ട് അടിക്കില്ല, അങ്ങോട്ട് ചണ്ടാളവ അടിക്കില്ല. കാരണം അമ്മ നായരും അച്ഛൻ ചെറുമനുമാണ്. ഗുരുസ്ഥാനത്ത് നമ്പൂരിമാരും ഈഴവന്മാരും മാപ്പിളയും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തവന്മാരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ വാസ്തുവൊക്കെ പറയുന്ന രാമനാചാര്യൊക്കെ നല്ല മുട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് സ്ഥാപത്യം വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് ഗുരുക്കന്മാർ. അതുകൊണ്ട് പിന്നെ പറഞ്ഞ കുടുംബത്തിന് മതം മാറിപ്പോയവരും മതം സ്വീകരിച്ചവരൊക്കെ പല ആൾക്കാർ. അതുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് ആക്രമിക്കില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ മിണ്ടാണ്ടിരിക്കില്ല. ഞാൻ അവസാനമായിട്ടും ആദ്യമായിട്ടൊക്കെ പറഞ്ഞൊരു കാര്യം, ഞാൻ ആർ എസ് എസ്സുകാരനല്ല. ബ്രാഹ്മണിക് ഐഡിയോളജിയോട് ഒരിക്കലും സന്ധി ചെയ്യാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അത് എന്നെ അംഗീകരിച്ചാലും എനിക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ഈ രാജ്യത്തുണ്ട്. അത് പൗരനെന്ന അംഗീകാരത്തോടൊപ്പം തന്നെ മതപരമായിട്ട് എന്നെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ദേവസ്വം ബോർഡ് എന്നെ ആചാര്യമായിട്ട് അംഗീകരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഞാൻ ഒരു അംഗീകരിക്കപ്പെട്ട ഹിന്ദു ആചാര്യനാണ്. അത് ദലിത് ആദിവാസിയായിട്ടുള്ള ഒരേ ഒരു ആചാര്യനാണ്. ആ ഒരു അഭിമാനം എനിക്കുണ്ട്. പിന്നെ ഞാൻ തുടങ്ങി വെച്ച ഒരു ആശയമാണ് ഇന്നലെ ഇല്ലാണ്ടായ ആദ്യ മാർഗം മലബാരം. അതിൽ ഒത്തിരി ആളുകൾ ഈ സമയം കൊണ്ടായി തുടങ്ങി. അതിലുള്ളവരും ഇല്ലാത്തവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് സുമനസ്സുകൾ ഒരു രൂപ തന്നിട്ടല്ല, പക്ഷെ മറിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ എനിക്കറിയുന്ന പണിയെടുത്ത് ഞാൻ ജീവിക്കുന്നുമുണ്ട്. എനിക്കൊരു തന്ത്രവിദ്യാപീഠമുണ്ട്, ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ പഞ്ചമിയുടെ കൈ പിടിച്ച് ഊരുട്ടമ്പൽ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ പ്രമാണിമാർ ഇറക്കി വിട്ടു. ഇത്രയും ഇവിടെ തന്ത്രം പഠിക്കണമെന്ന് ആഗ്രഹവുമായിട്ട് ആലുവയിൽ RSSകാർ സ്ഥാപിച്ച തന്ത്രവിദ്യാപീഠത്തിലേക്ക് പോയപ്പോൾ
പട്ടികജാതിക്കാരെ പഠിപ്പിച്ചിട്ട് നന്നായിട്ടില്ല, നിങ്ങൾക്കൊന്നും സാധ്യമല്ല, ഉപനയനവും ഇതൊക്കെ കഴിഞ്ഞ ബ്രാഹ്മണീകൃത ആചാരങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീറ്റ് നിഷേധിക്കപ്പെട്ട ഞാൻ അവിടെ നിന്ന് വിഷമത്തോടു കൂടി ഇറങ്ങി ഇന്ന് കേരളത്തിൽ ആ തന്ത്രവിദ്യാപീഠത്തോടൊപ്പം എല്ലാ സമുദായക്കാർക്കും തന്ത്രം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കുകയും അതിൽ പഠിച്ച കുട്ടികൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക, ഒരു പ്രസ്ഥാനത്തിന്റെയും പിന്തുണയില്ല, ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ അത്രയും കാണിക്കാൻ പറ്റി എനിക്ക് നല്ല ചങ്കുറപ്പുമുണ്ട്. കാരണം പണ്ട് കോഴിവെട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞാൻ മാവോയിസ്റ്റ് ആണോ എന്ന് ചോദിച്ച പോലീസുകാരോട് പറഞ്ഞത് അല്ല, ഞാൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവൻ നല്ല ഗുരുപരമ്പരയുടെ വക്താവുമാണെന്നാണ്. അത് തന്നെ നിങ്ങളോട് എനിക്ക് പറയുള്ളൂ. അവിടെ ചണ്ടാളവയുടെ ആശ്രമത്തിൽ വിളിക്കുമ്പോൾ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവന്മാർ മാത്രം വിളിച്ചാൽ മതി, അല്ലാണ്ട് ഇവിടെ നന്നാക്കാൻ വേണ്ടി വിളിക്കണ്ട. നിങ്ങളുടെ ആടി 1 രൂപയുടെ ചെലവിലല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് വർത്തമാനം സമയം കളയാൻ നിൽക്കണ്ട മക്കളെ. ഫോൺ നമ്പർ കൊടുക്കാനുള്ള ആർജവമുണ്ട് ചണ്ടാള ബാബയ്ക്ക് എല്ലായിടത്തും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ എത്ര നേതാക്കൾ ഫോൺ നമ്പർ, നിങ്ങൾക്ക് നിങ്ങൾ RSSന്റെ ഈ സ്റ്റേറ്റ് നേതാവിന്റെ നമ്പർ അറിയോ? നിങ്ങൾക്ക് BJP-കാരന്റെ നേതാവ്, നിങ്ങളുടെ BJP-ന്റെ പ്രസിഡന്റ് നമ്പർ അറിയോ നിങ്ങൾക്ക്? അവർക്ക് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, എന്താ എഴുതിയിടാത്തെ? ഇവിടെ ആശ്രമത്തിലെ നമ്പറെങ്കിൽ ആശ്രമത്തിലെ നമ്പർ നമ്മൾ വെക്കുന്നുണ്ട്. അത്രയും ധൈര്യത്തിൽ തന്നെ ചണ്ടാള പ്രവർത്തിക്കണം. നിങ്ങളുടെ വെട്ടും കുത്തും ആക്രമണം അത് ഹിന്ദുത്വം തുളുമ്പുന്ന ഹിന്ദുക്കളുടെ ആക്രമണങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങി മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ഈ രാജ്യത്ത് ചണ്ടാളബാബ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ഇല്ലെങ്കിലും ഞാനിരിക്കും. ഇന്ത്യൻ ഭരണഘടന മാത്രം മതി ഈ രാജ്യത്ത്, ഇന്ത്യൻ ഭരണഘടന മാത്രം മതി. അതാണ് ഞങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ പ്രസ്ഥാനങ്ങളൊന്നുമല്ല. നിങ്ങളുടെ പ്രസ്ഥാനങ്ങളാണ് നിങ്ങളുടെ ഐഡിയോളജി മാറ്റുക, ഞങ്ങളെ കൂടി ഉൾക്കൊള്ളുക. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാനൊരു സംഘടനയ്ക്കും എതിരല്ല, ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നെ ആക്രമിച്ച ഈ വിഷയത്തിൽ എന്നെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ ഈ RSSകാരനെന്ന് പറഞ്ഞ് വിളിച്ച ആളുകളിൽ പരാതി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പറയാൻ കാരണം നിങ്ങളുടെ ഇർക്കളിപ്പാമ്പ് കണ്ട് ഭയക്കുന്നില്ല എന്ന് നിങ്ങളെന്ന് സൂചിപ്പിക്കുകയാണ്. ആ ഇതൊന്നും നിങ്ങളുടെ തലയെ കെട്ടി മുടി ചുറ്റിയ സ്വാമി വാവരെ പറഞ്ഞപ്പോ എനിക്ക് പേടിയില്ല എന്ന് ഒരു സംഘടന പിൻബലത്തിൽ പറഞ്ഞ പോലെയല്ല. ഒരു സംഘടനയും പിൻബലം, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സൈന്യമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയും പിൻബലമില്ല. ഞാൻ ഇവിടെ ഇനിയും ഇതുപോലെ എനിക്ക് സ്വീകാര്യമായ ദർശനങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് കാണിച്ചോ. ആ വിളിച്ചവനോടാ പറഞ്ഞത്, നിനക്കൊക്കെ തന്തയ്ക്ക് തലവേ ചങ്കുറപ്പുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, നിനക്ക് പറ്റുന്നത് കാണിച്ചോ, കാട്ടുണ്ടെങ്കിൽ കാണിച്ചോ. ബ്രഹ്മത്തെ എനിക്കറിയില്ല, എനിക്ക് സാത്വികതയുമില്ല, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ബ്രാഹ്മണനുമല്ല, ഞാൻ ചണ്ടാളനാണ്. എന്നെ നിങ്ങളാരും ബ്രാഹ്മണ ബാബയാക്കാൻ നിൽക്കണം. ഇങ്ങോട്ട് ഉണ്ടാക്കാനും വരണ്ട, എന്നെ നന്നാക്കാനും എനിക്ക് അവസരം തരാനും ഒന്നും തന്നെ ഒരു RSSകാരും മെനക്കണ്ട, ഒരു BJP-കാരും മെനക്കണ്ട. ഇതുവരെ ഇല്ലല്ലോ, ഇനി എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഞാൻ ജീവിച്ചുകൊണ്ട് മനുഷ്യത്വമുള്ള ആളുകൾക്ക് കടന്നു വരാം, അത് നേതാക്കളാണ് അണികളാണെങ്കിലും. മനുഷ്യത്വം അല്ലാണ്ട് നിങ്ങളെ ചണ്ടാള ബാബയെ നന്നാക്കാനോ ദളിതുകളെ നന്നാക്കാനോ ഇങ്ങോട്ട് വരണ്ട. ബ്രാഹ്മണർക്ക് ഇല്ലാത്തൊരു പരിഗണന എനിക്കും വേണ്ട, ഞങ്ങൾക്ക് തുല്യത മതി. ഞാൻ കുറെ മിണ്ടാതിരുന്നപ്പോൾ കുറെ അങ്ങോട്ട് കയറാൻ തുടങ്ങി, അതുകൊണ്ടായി ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം വന്നേ. കോട്ടയംകാട് അയ്യപ്പ സംഗമത്തിനാണ് ഞാൻ വന്നത്, വിളിച്ചിട്ടാ വന്നേ. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ വേറെ ആൺകുട്ടിയോട് വിളിക്കൂ എന്നെ കൊണ്ടുപോയി നിങ്ങളുടെ കാര്യത്തിന്, അല്ലാണ്ട് എന്റെ കുടുംബം നന്നാക്കാനാണോ? ഇതെന്ത് തന്നു നിങ്ങൾ? ഒരു ചുക്കും തന്നിട്ടില്ല. ഞാൻ എന്റെ താല്പര്യത്തിൽ നിങ്ങൾ വിളിച്ചു, ഞാൻ അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുടുംബം നന്നായിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എടോ ഒരു വേദി തരണമൊന്നുമല്ലോ, ഒരു മനുഷ്യൻ കഞ്ഞി കുടിക്കുണ്ടോ എന്ന് അന്വേഷിക്കണം. കേരളത്തിൽ നിന്നും ദളിത് ആദിവാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഹിന്ദുക്കളിൽ നിന്ന് ഉള്ളതറിയോ? അതുകൊണ്ട് പറയാണ്, ഞാൻ എല്ലാ ആദരവും RSSകാർക്കും BJP-ക്കും കൊടുക്കണം. പക്ഷെ അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് അതേപോലെ നമ്മളും പറയും. അപ്പൊ നമ്മളെ പറയുന്നുവെങ്കിൽ ആദ്യം ഇവിടെ RSSകാരനാണെന്ന് വിളിച്ചവന്റെ RSSകാരാണോ BJP-കാരെ നിങ്ങൾ കണ്ടുപിടിക്കൂ. നമ്പർ ഞാൻ നമ്മുടെ FB-യിൽ എഴുതിയിടാം. അത് അവന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഏതവനാടാ നീ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോ കേട്ടോ. എന്നിട്ട് അവന്റെ എതിരെ ഞാൻ ഒരു ഹിന്ദു ആചാരനായ എനിക്ക്, അല്ലെങ്കിൽ ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഹിന്ദുവിന്റെ ഇടയിൽപ്പെട്ട ഒരാളല്ലേ ഞാൻ, സാധാരണക്കാരൻ, എന്നെ ഇങ്ങനെ RSSകാരനാന്ന് വിളിച്ച് ആക്ഷേപിച്ചതിലും ഭീഷണിപ്പെടുത്തിയതിലും പരാതിയുള്ള ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ അവനെതിരെ പരാതി കൊടുക്കുക. അവനെതിരെ പരാതി നമ്പർ നമ്മൾ എഴുതിയിടാം, പേരറിയില്ല, നമ്പർ എഴുതിയിടാം. എന്നിട്ട് നിങ്ങൾ അവിടെ ചോദിക്കും. ഇനി RSSകാരനാണെങ്കിലോ അതിന് വേണ്ട നടപടി എടുത്ത് അത് നിങ്ങൾ പബ്ലിക്കായിട്ട് പത്രത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജനം TV-യിൽ കൊടുക്കുക. ഞങ്ങളുടെ ഹിന്ദു ആചാരം ആക്രമിച്ച അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ RSS പ്രതിനിധിയെ ഞങ്ങൾ പുറത്താക്കിയുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലടോ. കാരണം എന്താണ്, ഞങ്ങൾ ദളിത് ആദിവാസികളെ എന്തും പറയാം,
അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന സിദ്ധാന്തമാണ്. അതിനെതിരെ നിങ്ങൾ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അവിടെ ഇത്രയും പറയുന്നത് ഇനി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ട. ഇങ്ങോട്ട് നിങ്ങൾ കുറെ ആൾക്കാർ ഞങ്ങൾ അങ്ങയെ ഫോളോ ചെയ്യുന്നു, അങ്ങയെ ബഹുമാനിക്കുന്നത് ഇല്ലാണ്ടാക്കരുത്. വേണ്ടടോ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തുകൊണ്ടല്ല ഞാൻ കഞ്ഞി കുടിക്കണത്, അത് മനസ്സിലായില്ലേ? നിങ്ങൾ യൂട്യൂബ് ഫോളോ ചെയ്തുകൊണ്ടല്ല ഞാൻ കഞ്ഞി കുടിക്കുക. അതിന് 1 രൂപ ഞാൻ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ന ചണ്ടാള ബാബ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കി അയാളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്യാം. ഞാൻ മനുഷ്യർക്കൊപ്പമാണ്, ഞാൻ മതത്തിൻ്റെ ഒപ്പമല്ല, ഞാൻ മതസ്ഥനല്ല. മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ധർമ്മമാണ് എൻ്റെ മതം. ഞാൻ ജാതിവാദിയല്ല. ഒരാളും ജാതി ദളിതന്മാരുണ്ടെങ്കിലും എന്തോ ജാതി കോമരാഞ്ഞിട്ട് എൻ്റെ പിന്നാലെ പെണ്ണുകൾ നിങ്ങൾ നടക്കല്ലേ. ഞാൻ ജാതിക്കാരനൊന്നുമല്ല. തൊട്ടിത്തരം കാണിച്ചാൽ പോലേനാണെങ്കിലും പറയാനാണെങ്കിലും നമ്മൾ പറയും. കാരണം നിങ്ങൾക്കും ജാതിയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ആദ്യം ഫേസ്ബുക്കിൽ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും ഇത് വിട്ട് കളയുകയാണ്. നിങ്ങളാണ് വിട്ട് കളഞ്ഞ് നമുക്ക് എന്ത് തേങ്ങയെന്നറിയ ചങ്ങായിമാരെ. ആണോ? നമുക്ക് നമുക്ക് ബ്രഹ്മബോധം ഇല്ല, നമുക്ക് നിങ്ങൾ പറഞ്ഞ വേദപാണ്ഡിത്യം ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആകെയുള്ള എന്താണ്? നമുക്ക് ചണ്ടാളത്വം മാത്രമാണുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി. അതാ പാടുന്നത്. നിങ്ങൾ ആരും ചെലവ് എന്തുകൊണ്ട് ഇത് പാടുന്നത്? കുറച്ച് ബുദ്ധിയും ബോധവും കഞ്ഞിയും കുടിച്ചോണ്ട് മനസ്സിലാവും. ഈ മനുഷ്യനെ ഒത്തിരി കട്ടോട്ട് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അതിവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന RSSഒക്കെ നന്നായിട്ട് കാര്യം തന്നെയാണ്. ഒത്തിരി കട്ടോട്ടാണ്, ഒരാളുടെയും സപ്പോർട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും പീഡനങ്ങൾ ഇയാൾ അനുഭവിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാളെയൊക്കെ ഇത് കാണിച്ച് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എടാ, ആ പെൺകുട്ടീനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ എല്ലാവരും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ സാമാന്യ മര്യാദയാണ്. എന്നെ ഫോണിൽ കിട്ടേണ്ട ചില ആൾക്കാർ വിളിക്കും. ഞാൻ നിങ്ങളെ അമ്മാവനൊന്നല്ല ഫോണിൽ, എന്നെ ഫോണിൽ കിട്ടില്ല. എന്നിട്ട് എല്ലാവരും വിളിക്കണം എന്നെ ഫോണിലൊന്നും കിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളൊന്നുമില്ല. എനിക്കിവിടെ കാശ് അടച്ച് വേണമെങ്കിൽ സംസാരിച്ച് നിർബന്ധമില്ലാന്ന്. ഒരു നിർബന്ധവും ഇല്ല ആശ്രമത്തിൽ ആരെങ്കിലും വിളിച്ചോളണം എന്നുള്ളത്. ഒരു നിർബന്ധവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാശും വാങ്ങിയിരിക്കണം. നിങ്ങളുടെ സംഘടനകളുടെ കാറും ഇപ്പം നിങ്ങളുടെ മണ്ഡലേശ്വരന്മാർക്ക് കാറോ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു കാറോ ബാറോ തന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു തരത്തിലും നിങ്ങളെ വിളിച്ചാൽ ഫോൺ ചെയ്തോളം നിർബന്ധമൊന്നും എനിക്ക് നിർബന്ധമില്ല. വേണേ മാത്രം വിളിച്ചാൽ മതി. നിങ്ങൾ ആവശ്യമൊക്കെ മാത്രം വിളിച്ചാൽ മതി. എന്നെ ഉപദേശിക്കാൻ ആരും വിളിക്കണ്ട. എൻ്റെ ആശ്രമത്തിൽ ഉപദേശം എടുക്കുന്നതല്ല. അങ്ങോട്ട് വേണ്ടവർ വന്നാൽ മതി, വേണ്ടവർ. അതുകൊണ്ട് എന്നെ പറ്റത്തവന്മാരൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവുക. എന്നെ പിന്തുടരേണ്ട നിങ്ങൾ. ഞാൻ നിങ്ങളുടെ RSSകാരനല്ല. ഞാൻ രാഷ്ട്രസ്നേഹമുള്ള ഒരു മനുഷ്യനാണ്, ധർമ്മബോധമുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയുന്നത് പ്രചരിപ്പിക്കുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഗുരുവാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞു, സർക്കാർ സംവിധാനം അംഗീകരിച്ചതാ എന്നെ ഗുരു. എല്ലാവരും ചിലരെ വേണ്ടേ സ്വയം പ്രഖ്യാപിതല്ല മക്കളെ, സർക്കാർ അംഗീകരിച്ചതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗുരു പരമ്പരയുടെ ഭാഗമാണ് ഞാൻ. കൃത്യമായി ഗുരു പരമ്പരയുടെ ലിസ്റ്റ് ഉണ്ട്. അല്ല പൊട്ടി പൊളച്ചവന്മാരൊന്നുമല്ല. മനസ്സിലായില്ലേ? ആദ്യം ഹിന്ദുവിൻ്റെ പുസ്തകങ്ങൾ തുറക്കാൻ നോക്കിയടോ. മാപ്പിളാരൊക്കെ അവരെ കിതാബൊക്കെ കാണാപ്പാടം പഠിക്കണം. നിങ്ങൾക്ക് ഭഗവത്ഗീതയിലും ചൊല്ലാനും അറിയണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം പൂർവികർ പറഞ്ഞ വിളിച്ചുവല്ലേ നിങ്ങൾക്ക് അറിയണോ? ഇതൊന്നും ഒരു വിളക്കോത്ത് അറിയണോ? നേരം വേണം നിലവിളക്ക് എത്ര തിരിയണമെന്ന്. എന്നിട്ട് നിങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് എന്നെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞാനിതൊക്കെ പറയുമ്പോഴും എന്നെ അടുത്തറിഞ്ഞവർക്ക് അറിയാം. ഇതൊക്കെ വിഷയത്തിൻ്റെ ഗൗരവത്തെ പറയാൻ വേണ്ടി മാത്രമാണ്. അല്പം പോലും ഉള്ളിലേക്ക് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് എൻ്റെ വാക്കുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്നവരത് എടുത്തോട്ടെ, അല്ലാത്തവരൊക്കെ ഞാൻ ക്ഷമാപണം നടത്തുന്നു.